ലാലേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗ് ഇപ്പൊ ബിഗ് ബോസിൽ ഈ അടുത്തായിട്ട് ഞാൻ ഒരു റീല് കണ്ടതായിരുന്നു. തിരിച്ച് ബിഗ് ബോസ് കൊണ്ടിടാനുള്ള പരിപാടിയാണ് അല്ലല്ല അല്ലല്ല അല്ല ആ ഡയലോഗ് അത് പറയട്ടെ, ഞാൻ മറന്നു പോകും. കവലയൂരിന്റെ ഒരേ ഒരു സെലിബ്രിറ്റി ബിഗ് ബോസില് അനുമോളുടെ PR-ന്റെ കാര്യം ഇപ്പൊ ഭയങ്കര ചർച്ചയായിട്ട് പൊക്കോണ്ടിരിക്കുക. എന്താ ചോദ്യം വരാത്തത്? നല്ല പൈസ കൊടുക്കണോ? 16 ലക്ഷം എന്നാണ് ഇപ്പൊ പറയുന്നത്. അവളെ സ്വഭാവം വെച്ച അവളെ അർത്ഥം ഒപ്പുവയ്ക്കാത്ത ഒരു പെണ്ണാണ്, സീരിയസ് ആയിട്ട്. അല്ല സത്യം, അവളെ ഗ്രോത്ത് എനിക്ക് അറിയാലോ. അവൾ ആദ്യം സ്റ്റാർമാജിക്ക് വരുമ്പം ഡയറക്ടർ വെച്ച് ഇത് ഏത് ഇതിലുള്ള സീരിയലുള്ള വെച്ചെന്നാണ് ചോദിച്ചാൽ അറിയില്ലായിരുന്നു. നമ്മളിപ്പം ISR ഞാൻ പോയിരുന്ന കിടിലായിട്ട് റോക്കറ്റ് ഇടുമെന്നല്ലല്ലോ പറഞ്ഞത്. പുള്ളി ലൊക്കേഷൻ വന്നു കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഇന്റർവ്യൂവിലും അവനും കാണുന്ന പൃഥ്വിരാജയല്ല. ഞാൻ ആ വാഴക്കുഴി എടുക്കണ സീനില്ലേ, അത് കുറച്ച് ഡയലോഗ് ഉണ്ടല്ലോ. അപ്പം ഞാൻ വെച്ച് പുള്ളി ഇവിടെ വന്നിട്ട് നോക്കണം, തിരക്കുള്ള മനുഷ്യനല്ലേ. പുള്ളി ഒത്ത കാണാൻ അറിയാം. നിഖിലെ ബേസിക്കലി പാവമുണ്ട്. നിഖില ഭയങ്കര ഓപ്പൺ ആണ്, എന്തുണ്ടെങ്കിലും തുറന്ന് ചോദിക്കും. സ്കിറ്റ് കാണാൻ വേണ്ടി പ്രൊമോഷന് വേണ്ടി പോയിരുന്നപ്പോഴത്തേക്ക് നിഖില ചോദിക്കുകയാണ് എൻ്റെ അടുത്ത്, ചേട്ടാ നിങ്ങൾ ഈ സ്കിറ്റ് ചെയ്യുമ്പോൾ ഇത് ആൾക്കാർ ചിരിക്കും നിങ്ങൾ എങ്ങനെ അറിയൂ? നമ്മുടെ ഫുക്രു ഇല്ലേ, ഫുക്രു ഇടയ്ക്ക് ദിവസം എന്നെ കണ്ടത് പറഞ്ഞ് അവൻ 5ാം 6ാം കണ്ട പഠിക്കുമ്പോൾ അവൻ്റെ നാട്ടിൽ പത്തനാപുരത്ത് ആ ഏരിയയിൽ പരിപാടിക്ക് ചെന്നപ്പം എൻ്റെ പരിപാടിക്ക് അവൻ ഫ്രണ്ട് ചെയ്തത് മറ്റേ നമ്മളിത് ഊത്തില്ലേ, അത് ഊതി ശല്യപ്പെടുത്തിയിട്ടുള്ളത്. ആ പുള്ളി ഉണ്ട് ആ തിരക്കിൻ്റെ ഇടയിൽ അവിടെ അത്രയും പേര് വിളിച്ചുകൊണ്ട് പോയിട്ട്, അതും വിഷ് വീഡിയോ അല്ല, പുള്ളിയുടെ കടയുടെ പ്രൊമോഷൻ. എന്തോ ഒരു കട, ഞാൻ ഗൾഫിലൊരു ഭൂതമല്ലോ ഉണ്ടായിരുന്നു. അയ്യോ, ഗൾഫിൽ ഒരു 3 വർഷം അവിടെ ഞാൻ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ കൂടുതൽ കട്ടയടിച്ച അവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ചെന്ന് കയറി കൊടുത്തു. അവിടെ എന്ന് വെച്ചാൽ രാവിലെ 5:30 എണീറ്റ് വണ്ടി കയറി പോയി 6:30 സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി വരെ കട്ടയടി എന്ന് പറഞ്ഞാൽ ചെവരെടുപ്പ്, പമ്പിങ്ങിന്റെ ചെവരെടുപ്പ്, ഇലക്ട്രിക്കലിന്റെ ചെവരെടുപ്പ്, ബഹളം. എന്റെ കൂടെ ജോലി ചെയ്തൊരു ഹിന്ദിക്കാരുണ്ട്, അവ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അതാണ് തിരിച്ചു പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകണം. കാരണം അവിടെ മറ്റേ ഡാങ്കിരിയാണ് ഇടുന്നത്, കവറോളില്ലേ, ഇതിട്ടുകൊണ്ട് എവിടെ പോകാൻ? പിന്നെ ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു BTF നെറ്റ്വർക്ക്. ഇന്ന് എനിക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് എന്റെ ചേട്ടനാണ്. കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറയാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം അഖിലേട്ടൻ. അപ്പൊ എന്തൊക്കെയാ അഖിലേട്ടാ വിശേഷങ്ങൾ? അഖിലേട്ടൻ ഇങ്ങനെ പാറി പറന്ന് ഇങ്ങനെ നടക്കുകയാണ്, ഏത് പടത്തിൽ നോക്കിയാലും ഉണ്ട്. സന്തോഷം, അങ്ങനെയൊക്കെ പൊക്കോണ്ടിരിക്കട്ടെ എന്ന് പറയാം. അതെ അതെ അതെ. ഇപ്പൊ വിശേഷം ഈ നവംബറിൽ പെണ്ണ് കേസ് റിലീസ് ആവാറുണ്ട്. നിഖില വിമൽ P4ന്റെ പടം. നിഖില വിമലിന്റെ നായകൻ 12 നായകന്മാരുണ്ട്. അതിലൊരു നായകന്മാരല്ല, ഭർത്താക്കന്മാരാ. നിഖില വിമലിന്റെ ഭർത്താക്കന്മാരിൽ കുറച്ച് പേരുണ്ട്, അതിൽ വൺ ഓഫ് ദ ഭർത്താവ്. അതാണ് അടുത്ത പടം. എങ്ങനെ ഉണ്ടായിരുന്നു ആക്ച്വലി നിഖില വിമലിന്റെ കൂടെ കോംബോ ഒക്കെ വർക്ക്ഔട്ട്? അതിന്റെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോംബോ ശകലം സെക്കൻഡുകൾ മാത്രമേ ഉള്ളായിരുന്നു, ബാക്കി മൊത്തം തിരിച്ചുള്ള ഫൈറ്റ് ആണ്. അങ്ങനത്തെ ഒരു പരിപാടിയാണ് പടം. ഫണ്ണും ഉണ്ട്, അതുപോലെ തന്നെ അതായത് ഒരു ലേഡിയുടെ ജീവിതത്തിലെ ട്രാവലാണ്. അവര് കിട്ടുന്ന കുറച്ച് ഭർത്താക്കന്മാര് അതിലൂടെ പോയിട്ട് അവസാനം റിവീലായി ക്ലൈമാക്സ് ഒരു ഹാപ്പി ക്ലൈമാക്സിൽ കൊണ്ട് നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അതാണ് പെണ്ണ് കേസ്. അപ്പൊ നമ്മുടെ വത്സല ക്ലബ് ആയിരുന്നു ലാസ്റ്റ്, അല്ല വത്സല ക്ലബിന് ശേഷം തിയേറ്റർ റിലീസായി. തിയേറ്ററിലും റീമ ചേച്ചിയുടെ കൂടെ കോമ്പിനേഷൻ സീൻസും അതും ഒരു കാമുകൻ. അതെ, അതും കാമുകൻ ഭർത്താവ് ആ ഒരു ട്രാക്കിലോട്ട് ഞാൻ പിടിച്ചത്. നമ്മുടെ ജേർണി നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ, ഒരു സപ്പോർട്ടിംഗ് റോളിൽ നിന്ന് തുടങ്ങി മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങി സപ്പോർട്ടിംഗ് റോളിലേക്ക് കയറി ഇപ്പം മെയിൻ നായികമാരുടെ ഒരു അതെ പേരായിട്ട് 1-2 പടങ്ങൾ വന്നു. ഓക്കെ, സന്തോഷം, ഒരുപാട് സന്തോഷം. ഒരിക്കലും പ്രതീക്ഷയല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സന്തോഷമുണ്ട്. എങ്ങനെ തോന്നുന്നു ചേട്ടന്റെ ഈ ഒരു ജേർണി നോക്കുവാണെങ്കിൽ? എന്റെ ജേർണി എന്ന് പറയുമ്പോൾ മിമിക്രി തുടങ്ങി നമ്മൾ ഇവിടം വരെ നോക്കുന്നു ഒരിക്കലും പ്രതീക്ഷയില്ല. ഞാനൊരു ട്രൂപ്പിൽ കയറി കളിക്കണം, അല്ലെങ്കിൽ ഒരു ട്രൂപ്പിലെത്തി നല്ല ശമ്പളം മേടിച്ച് ട്രൂപ്പിൽ കളിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ വന്നപ്പോൾ പിന്നെ TV-യിലൊക്കെ പരിപാടി ചെയ്യണമെന്നുള്ള ആഗ്രഹമായി. അതായത് സ്റ്റേജിൽ പേയ്മെന്റ് കൂടുതൽ കിട്ടുമെങ്കിൽ ഫേസ് വാല്യൂ, അല്ലെങ്കിൽ 10 അറിയുന്ന ആർട്ടിസ്റ്റൊക്കെ പേയ്മെന്റ് കൂടുതൽ കിട്ടും. അങ്ങനെ TV-യിലോട്ട് വരണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ കോമഡി സ്റ്റാർ തുടങ്ങി, കോമഡി സ്റ്റാറിൽ വന്നു. അവിടെ നിന്ന് നേരെ ഫ്ലവേഴ്സിൽ വന്നു. അവിടെ നിന്ന് 1-2 പരിപാടി ഹിറ്റായി. സ്റ്റാർ മാജിക് ഹിറ്റായപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ അറിഞ്ഞപ്പോൾ കുറച്ച് നല്ല പരിപാടികൾ കിട്ടി. പിന്നെ അവിടെ നിന്ന് നമ്മുടെ വെബ് സീരീസ് പ്രീമിയർ പത്മിനി എന്ന് പറഞ്ഞ വെബ് സീരീസ് വന്നപ്പോഴത്തേക്ക് അതിൽ നിന്നാണ് സത്യം ഞാൻ സിനിമയായിട്ടുള്ള എൻട്രി. സെക്കൻഡ് തെല്ലേഴ്സ് എന്ന പടത്തിൽ നിന്ന് ആദ്യമായിട്ട് തോട്ട് ക്യാരക്ടറിന് വേണ്ടി വിളിക്കുന്നത് പത്മിനിയുടെ സീരീസ് കണ്ടിട്ടാണ്. പിന്നെ അവിടെ നിന്ന് വന്നതിന് ശേഷം പിന്നെ ഗുരുവായൂരമ്പല നടയിൽ, പിന്നെ അതിനിടയിൽ കുറേ പടങ്ങൾ ഇങ്ങനെ വന്നു. എനിക്ക് നീ ഇടയ്ക്ക് ഗുരുവായൂരമ്പല നടയിൽ കഴിഞ്ഞതിന് ശേഷമാണ് ത്രൂ ഔട്ട്. അതെ അതെ, ഗുരുവായൂരമ്പല നടയിൽ അതൊരു നല്ല ഹിറ്റ് പടമായതുകൊണ്ട് അതിനെ ചുവട് പിടിച്ചു. പിന്നെ കുറേ പടങ്ങൾ വന്നു. ഞാൻ പിന്നെ ഏത് പടം വന്നാലും ഞാൻ പിടിക്കും. നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് കിടക്കുന്നതുകൊണ്ട് ഏത് സിനിമ വന്നാലും ഞാൻ അങ്ങനെ നോ പറയാറില്ല. എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടി
അവരതുകൊണ്ടായിരിക്കുമല്ലോ വിളിക്കണം. അപ്പം ഞാൻ പോവും, ചെയ്യും, അത്രേ ഉള്ളൂ. ചേട്ടൻ അങ്ങനെ ഗോയിങ്. ഇന്ന പടങ്ങളെ ചെയ്യൂ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ഒരു ഇല്ലല്ലോ? നിർബന്ധവും ഇല്ല. അതിനകത്തൊന്നും ബാധകമല്ല. ഏയ് ഞാൻ എന്താണെന്നറിയാമോ, നമുക്ക് പാഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിങ് ആണ്. അതിപ്പോൾ ഏതായാലും ഞാൻ ഇപ്പം ഒരു യൂട്യൂബിലൊരു മറ്റേ സീരീസ് ചെയ്താലും അല്ലെങ്കിൽ ടെലിവിഷനിൽ ചെയ്താലും ഇപ്പോൾ സിനിമയിൽ വന്നാലും നമ്മൾ അഭിനയിലെ ആക്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ പാഷൻ, അതാണല്ലോ നമ്മുടെ ഇഷ്ടം. അപ്പോൾ അതിന് കിട്ടുന്ന ഏതൊരു അവസരവും ഞാനങ്ങനെ മുടക്കാറില്ല. ഞാനങ്ങനെ മിക്കതിനും ഞാൻ എല്ലാത്തിനും സോറി എല്ലാം ഞാൻ അങ്ങനെ സെലക്റ്റീവ് ആവും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പിന്നെ അതൊന്നും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുമില്ല. കാരണം നമ്മൾ ഇതുപോലും ബോണസാണ് ജീവിതത്തിൽ. ഇനി വരുന്നതെല്ലാം ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം എന്താണെന്നറിയുമോ, ചാർട്ട് ചെയ്ത് പോകാൻ പറ്റുന്നതൊന്നും അല്ല ലൈഫ് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ചാർട്ട് ചെയ്തിട്ട് ഇന്ന സാധനങ്ങൾ ചെയ്ത് പോയി അവസാനം നമ്മൾ ഇങ്ങനെ എത്തും. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല നടക്കും. അപ്പോൾ അതുകൊണ്ട് പോകുന്ന പോലെ പോകുമോ, ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരാളോട് പെരുമാറുന്നതൊക്കെ ഇരിക്കും, നമുക്ക് അടുത്തൊരു അവസരം വന്നു. അപ്പോൾ ഏത് സെറ്റ് ചെന്നിട്ട് നമ്മളെങ്ങനെ പെരുമാറും, അവിടെ 10 പേര് പറയട്ടെ മറ്റേ അണ്ണ സൂപ്പറായിരുന്നു കേട്ടോ, ആ അണ്ണ അടുത്ത പരിപാടിക്ക്. അങ്ങനെയാണ് വർക്കുകൾ വരുന്നത്, പടം വരുന്നതായാലും. നമ്മുടെ സ്വഭാവം കൂടെ അത് വളരെ വലിയൊരു ഘടകമാണ് ഈ ആക്ടിങ്ങിലുപരി. ആക്ടിങ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഭയങ്കര ആക്ടറാണെന്ന് വെച്ചു, നമ്മളവിടെ ചെന്ന് സെറ്റ് ചെന്ന് ലോക തോൽവിയായിട്ട് സമയത്ത് ചെല്ലേയില്ല, നമ്മൾ അവിടുത്തെ ശല്യവും ആൾക്കാർക്ക് ശല്യം, അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം വർക്കുകൾ ഒരുപാട് കുറയും. അതേസമയം അവനെ വിളിച്ച ഒരു ശല്യമില്ലേ, വന്ന് മര്യാദയ്ക്ക് ചെയ്തിട്ട് അവൻ ജോലിക്ക് പോകുന്നോണ്ട് ലൈൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ മറ്റുള്ളവരുടെ തോളിൽ കയറേണ്ട കാര്യമില്ലല്ലോ. അതാണ് എൻ്റെ ഒരു ലൈൻ. നമ്മൾ നന്നായിട്ട് പോവുക. സൈഡ് വാരം എനിക്ക് സെൻട്രൽ കയറി ഓടണമെന്ന് ഒരു താല്പര്യമില്ല. സൈഡ് വാരം പോടേണ്ടത് നല്ലത്. ഞാനത് ബൈചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴേ ബൈചേട്ടനും പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ സഹനടനൊക്കെ റോള് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അങ്ങ് നമുക്ക് ഇങ്ങനെ പോവാം. നായകൻ ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നായകനായി നിലനിന്ന് പോവാൻ ഭയങ്കര പാടാ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളിപ്പോ നായകൻ പരിപാടി എനിക്ക് എപ്പോഴും ഇഷ്ടം എന്ന് പറയുമ്പോൾ ഒരു പടം ഇറങ്ങുമ്പോൾ നമ്മൾ ഒരു പരിപാടി കാണുക, അത് ആൾക്കാരെ പറയുക, നല്ലത് പറയുക, അത്രേ ഉള്ളൂ. അല്ല അതിലിപ്പോൾ ലീഡ് നമ്മൾ തന്നെ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല. പണ്ട് സ്കിറ്റിലായാൽ പോലും ഞാൻ സൈഡ് പരിപാടികളും കിട്ടുന്ന സ്പേസ് മാക്സിമം ആൾക്കാരുടെ അത് കൊള്ളാം എന്ന് പറയിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് എനിക്ക് ഇഷ്ടം. അല്ലാതെ ഇപ്പൊ നമ്മള് മുഴുനീളം അവിടെ കിടന്ന് മെഴുകിട്ട് വല്ല കാര്യമില്ലല്ലോ. ചേട്ടൻ അല്ലാതെ ഇപ്പം ഒരു ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ഓരോ പ്രതീക്ഷകൾ വെച്ച് മുമ്പോട്ട് പോകുന്ന ആളുകളാണല്ലോ. അപ്പം നാളെ അത് സംഭവിക്കും, നാളെ നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സിനിമ ഇങ്ങനെ വരും, അങ്ങനൊക്കെ ഓരോ തോട്ട് പ്രോസസ് ഉണ്ടല്ലോ. ചേട്ടൻ അതിലേക്ക് പോകാറുണ്ട്? സത്യം പറഞ്ഞാൽ ഞാൻ ഈ പ്രീമിയർ വെബ് സീരീസ് ചെയ്യുന്ന സമയത്ത് വരെ ഈ സിനിമ അല്ലെങ്കിൽ വിളിക്കും അല്ലെങ്കിൽ നമുക്ക് വരും അങ്ങനെയൊന്നും ഒരു ചിന്തയില്ല. കാരണം ഞാൻ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടേ ഇല്ല. സീരിയസ്ലി എൻ്റെ ശ്രമം മൊത്തം ടെലിവിഷനിൽ നമ്മൾ പരിപാടി ചെയ്യുമ്പോഴത്തേക്ക് കോമഡി സ്റ്റാർ വന്നു, കോമഡി എക്സ്പ്രസ് വന്നു. അപ്പോൾ അതിൽ സ്കിറ്റ് കളിക്കുക, നല്ല സ്കിറ്റ് വെളിയിൽ വരുമ്പോഴത്തേക്ക് ആൾക്കാർ പറയാം നമ്മളുടെ സ്കിറ്റ് സൂപ്പറായിരുന്നു. നമ്മളതാണ് കേട്ടോണ്ടിരിക്കുന്നത്, പിന്നീട് സിനിമയിൽ വരുന്നത്. കാരണം അന്ന് ടി വി ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്കിറ്റ് കഴിക്കുമ്പോൾ 100 മാർക്ക് അല്ലെങ്കിൽ സ്കിറ്റിന്റെ കൂടെ എന്നുള്ള സ്കിറ്റ് കിട്ടില്ല വരുന്നത് ചീരി ചൂപ്പാട് വന്നു. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു അവാർഡ്. ഇതുവഴി നമ്മൾ നേരെ ഷോ ചെയ്യുന്നു, ടി വി പരിപാടി ചെയ്യുന്നു, അതിൽ നിന്ന് സ്റ്റേജ് ഷോ കിട്ടുന്നു, ഗൾഫ് ട്രിപ്പ് പോകുന്നു. അങ്ങനെ അവിടെ നമ്മൾ ഹാപ്പിയാണ്. അവിടെ നിന്നിട്ട് നമ്മൾ യൂട്യൂബിലെ കോവിഡ് സമയത്ത് പ്രീമിയർ പത്നി എന്ന വെബ് സീരീസ് ചെയ്യുമ്പോഴാണ് ഞാൻ നോബി അസീസ്, കുട്ടിയെങ്കിൽ, അനൂപ്, നമ്മളെല്ലാവരും ഒരു ടീമിലൊരു വെബ് സീരീസ് ചെയ്യുമ്പോൾ ആ സാധനം ആ സമയത്ത് കയറി ഭയങ്കര ഹിറ്റായിരുന്നു. ഹിറ്റെന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് എന്നെ ഇങ്ങോട്ട് സിനിമയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ വന്ന് ആദ്യം ഒരു സ്ക്രിപ്റ്റ് വായിച്ച് കേൾക്കുന്നു. നമ്മളിപ്പം അതായത് ബീച്ചേട്ടൻ്റെ ഓപ്പോസിറ്റ് 5 പേരിൽ ഒരാൾ ഈ ക്യാരക്ടർ നിങ്ങളാണ് ചെയ്യാളെന്ന് തോന്നുന്നു. ഞാൻ അവിടെ നിന്ന് സ്ക്രിപ്റ്റ് വായിക്കുന്നു. പിന്നെ നേരെ ഷൂട്ടിനാണ് പോകുന്നത്. എനിക്ക് അവിടെ ചെന്നിട്ട് അന്നോട്ട് നമുക്ക് എല്ലാ ഫെസിലിറ്റി ആയാലും എല്ലാം ഉണ്ട്. ഇവിടെ നമ്മുടെ കൊടുങ്ങല്ലൂരായിരുന്നു ഷൂട്ട്. അപ്പോൾ അതിൽ ത്രൂ ഔട്ടാണ് 10-40 ദിവസത്തെ ഷൂട്ട്. ആ പടം ഇറങ്ങുന്നു, ആ പടം നെറ്റ്ഫ്ലിക്സിൽ വന്നാലേ തിയേറ്റർ വരുമ്പോൾ ആൾക്കാർ കണ്ടിട്ട് പറ്റിയ പരിപാടിയായിരുന്നു, നിങ്ങൾ അത് ക്ലിയറായിട്ട് ചെയ്തു. അതിപ്പോഴും ആൾക്കാർ തെക്കൻ തെല്ലേസ് കണ്ടിട്ടുള്ള ആൾക്കാർ എന്നെ കാണുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട് ആ പരിപാടി, നിങ്ങൾ ഭയങ്കര ആപ്റ്റായിരുന്നു ആ ക്യാരക്ടർ എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷവും. അപ്പോൾ ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത പരിപാടി പിന്നെ വിപിൻ ദാസ് ഏട്ടനെ എനിക്ക് നേരിട്ട് ഒരു പരിചയമില്ല. പുള്ളി എന്നെ ഗുരുവായൂർ അമ്പലങ്ങളിൽ വിളിക്കുമെന്ന് എനിക്ക് യാതൊരു പരിചയവും. പുള്ളി ജയ ചെയ്തു വിളിച്ചിട്ടില്ല. ആ ഒരു പടത്തിന്റെ പരിപാടി വന്നപ്പോൾ എന്നെ വിളിച്ചു, അതിൽ പോയി ചെയ്തു, പൃഥ്വിരാജിന്റെ കൂട്ടുകാരൻ. അപ്പോൾ നമ്മൾ ഈ അറിയുന്നില്ലല്ലോ നമ്മളിപ്പം ഇതിനിപ്പോൾ ഈ ഒരു ക്യാരക്ടറിനാണ് വിളിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഈ പടം ഇങ്ങനെ ഹിറ്റാവും. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളങ്ങനെ ടാർഗറ്റ് വെച്ച് നാളെ ഞാൻ അടുത്ത ഒരാൾ വിളിക്കും അല്ലെങ്കിൽ അങ്ങനെ വിളിക്കും, അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. ഓരോ ഫ്രഷ് നമ്പർ മൊബൈൽ കോൾ വരുമ്പോഴും പടം ഒരുങ്ങും നമ്മളെടുക്കണം. അപ്പോഴായിരിക്കും അന്നാ ഒരു ആശംസ അയച്ചു തരാം, അയച്ചുതരാം. അങ്ങനെ പോണ ഒരു ലൈഫാണ് എൻ്റെത്. നമ്മളെല്ലാം ഇതല്ലേ. അല്ല നമുക്കങ്ങനെ എനിക്ക് ഓവറായിട്ട് എനിക്ക് എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരെ ഞാൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ടച്ചിലിരിക്കുന്നത്. എപ്പോഴും അങ്ങോട്ടൊരു മെസ്സേജ് ആയാലും ഇങ്ങോട്ടൊരു മെസ്സേജ് ആയാലും. ഈ പുതിയ ആൾക്കാരെ ഞാൻ ചെന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വൈബാണ്. അല്ല എനിക്ക് അങ്ങോട്ട് കയറി ഇടിച്ചേറി പരിചയപ്പെടാൻ. ഓക്കെ. അപ്പം ഞാനിപ്പോ ചേട്ടൻ ഈ പറഞ്ഞതിനകത്തുനിന്ന് എനിക്ക് ലാലേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗ്, ഇപ്പൊ ബിഗ് ബോസിൽ ഈ അടുത്തായിട്ട് ഞാൻ ഒരു റീല് കണ്ടതായിരുന്നു. ബിഗ് ബോസ് കൊണ്ടിടാനുള്ള പരിപാടിയാണ്. അല്ലല്ല
അതുണ്ട് ലാലേട്ടൻ പറഞ്ഞു ഒരു ബിഗ് അല്ല ബോസ് ആ ഡയലോഗ് അത് പറയട്ടെ, ഞാൻ മറന്നു പോകും. ഈ അനുമോളകത്തോട് ചോദിക്കും അതല്ലേ അത് ചോദിക്കും, അത് പിന്നെ ലാലേട്ടൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അതായത് നിങ്ങൾ എല്ലാവരും ഓരോന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ വേണം നമ്മൾ നമ്മുടെ പാർട്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് എല്ലാം നമ്മുടെ അടുത്തേക്ക് വരും എന്ന് ലാലേട്ടൻ പറഞ്ഞൊരു സാധനം ഞാനിങ്ങനെ ഭയങ്കര ഹുക്കായിട്ട് ഞാനത് കേട്ടിരുന്നായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻസ് ആണ്, നമ്മൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ വരും. പക്ഷെ ചേട്ടന്റെ എനിക്ക് തോന്നുന്നു ചേട്ടൻ ഇപ്പൊ പറഞ്ഞതിനകത്തുണ്ട് ലാലേട്ടൻ ആ പറഞ്ഞതിന്റെ പൊരുൾ എന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഞാൻ ഒന്നും എക്സ്പെക്ട് ഞാൻ ചെയ്യാതെ. അങ്ങനെ അതായത് അറിയാമോ, നമ്മളിപ്പം സിനിമ പോലും നമുക്ക് കിട്ടുമോ അല്ലെ ചെയ്യും. ഇപ്പൊ നമുക്ക് സിനിമ ഇല്ല, ഞാൻ മിമിക്രിയും കളിച്ച് നടക്കുന്ന സമയമാണെന്നെങ്കിൽ നമ്മൾ അങ്ങനെ പോവേ ഉള്ളൂ. ജീവിതം അങ്ങനെ അങ്ങ് പോകും. നമ്മൾ അതിലിപ്പോ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്കിപ്പം ജീവിതത്തിൽ ഇപ്പം ഫാമിലി ഉണ്ട്, സുഖമായിട്ട് പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി നമ്മൾ ചെയ്യുന്നു, അത് തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലേ. ഇപ്പൊ നമ്മൾ സിനിമയിലെത്തി, നമ്മളിപ്പോ പറയുമ്പോൾ വെളിയിൽ എനിക്ക് പറയാം ഞാൻ ഒരു സിനിമ നടനാണ്, അവിടം വരെ നമ്മൾ എത്തിയല്ലോ. പിന്നെ നിലനിന്ന് പോകുന്ന ഭാഗ്യം, നമ്മുടെ കഴിവ്, പിന്നെ നമുക്ക് വരുന്ന അവസരങ്ങൾ, അതൊക്കെ ആയിരിക്കും. പിന്നെ എല്ലാവരും പറയും നോക്കി പടം ചെയ്യണം, അങ്ങനെ ചെയ്യണം. നമ്മളെന്നറിയാമോ, ഈ വരുന്ന പരിപാടി വരുമ്പം ഇതല്ലേ നമുക്ക് ഇഷ്ടമുള്ള പരിപാടിയല്ലേ, നമ്മൾ ചെയ്യുന്നു, അങ്ങ് പൊക്കോണ്ടിരിക്കുന്നു, എവിടം വരെ പോകും അങ്ങനെ അങ്ങ് പോകും. അത് ഞാൻ ഒരിക്കലും ഇതിനൊരു എന്താണ് മാർജിനോ അല്ലെങ്കിൽ ഇങ്ങനെ പോവാ, എനിക്കൊന്നും അങ്ങനെ വെച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും നേരെ പോവാ നേരെ പോകും, പറയുള്ളൂ പരിപാടി. ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ ചോദിക്കില്ലായിരുന്നു, എങ്ങനെയുണ്ട് കാണുന്നുണ്ട്. ഞാൻ ബിഗ് ബോസിന്റെ ഒരു സ്ഥിരം പ്രേക്ഷകനല്ല. ഞാൻ ഈ ഫോണിൽ വരുന്ന പരിപാടികളോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ വരൂലേ, ഇത് മാത്രമേ കാണാറുള്ളൂ. ഞാൻ റെഗുലർ ടി വി അങ്ങനെ കാണാറില്ലല്ലോ. പിന്നെ ബിഗ് ബോസ് അങ്ങനെ അതിൽ കയറി എനിക്ക് വലിയ ഞാൻ കാണാറില്ല. പിന്നെ അല്ലാതെ ഈ റീലൊക്കെ വരുമ്പോൾ കാണാറുണ്ട്, അത്രേ ഉള്ളൂ. ചേട്ടനെ ബിഗ് ബോസിലോട്ട് വിളിച്ചാലോ? വിളിച്ചാ എന്താണ് എനിക്ക്, പക്ഷേ എന്താണെന്നറിയാമോ, ഈ അടച്ചുമൂടിയിരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പിന്നെ ആ സമയത്തെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. എനിക്ക് പിന്നെ ടോട്ടലി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സുഹൃത്തുക്കളുമായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഈ സറൗണ്ടിൽ ആൾക്കാർ വേണം എന്നുള്ളൊരു ഒരാളാണ്. എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ റൂമിൽ ഇരിപ്പൊക്കെ എനിക്ക് ഭയങ്കര ബോറാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവിടെ അത് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പിന്നെ നമ്മൾ വരുന്നിടത്ത് വെച്ച് ഇപ്പൊ ഈ മുറിക്കകത്ത് തന്നെ ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളിപ്പം ഏതായാലും വിഷയത്തിൽ കയറി ചിരിച്ചോണ്ട് നമ്മൾ ചിരിച്ചോണ്ടിരിക്കും, ഉടക്കായ നമ്മൾ അങ്ങോട്ട് സംസാരിക്കും, അത് തന്നെയാണ് ദിവസം എന്ന് പറയുന്ന പരിപാടി. ആ ഒരു പരിപാടി ഇത്രയും ആൾക്കാർ കാണുന്നില്ല, ഇപ്പോഴും ചർച്ചയില്ലേ. ആലോചിക്കുന്നത് വേറെ ഒരു കാര്യം ചോദിക്കുക, നീ ഇപ്പൊ ബിഗ് ബോസ് ചോദിക്കും, ഇത്രയും പരിപാടി ചെയ്ത് അത് ഇതെല്ലാം അറിയാലോ. അല്ല അഖിലേട്ടന്റെ അനുമോൾ ഉണ്ടല്ലോ നമുക്ക്, അപ്പം ഫൈനൽ 5 എത്തി തോന്നുന്നു അനുമോള്. അപ്പൊ എന്ത് തോന്നുന്നു, വിൻ ചെയ്യുമായിരിക്കോ? ഞാൻ പറഞ്ഞില്ല, എന്റെ വോട്ടും പരിപാടി എനിക്ക് അറിയില്ല. പിന്നെ അവള് വിൻ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറയുമ്പോൾ അതിപ്പോ ആർക്കൊക്കെയാണ് വോട്ട് അല്ലെങ്കിൽ ആർക്കൊക്കെ സപ്പോർട്ട് എങ്ങനെയാണ് പരിപാടി നമുക്ക് അറിയില്ലല്ലോ. അവള് വിൻ ചെയ്താൽ നമുക്ക് സന്തോഷം. കാരണം നമുക്ക് അറിയാവുന്ന നമ്മളെ കൂടെ 7-8 വർഷം ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരാളല്ലേ. അപ്പൊ അവര് വിൻ ചെയ്ത് നമുക്കൊരു സന്തോഷമല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും പോത്തില്ല? പോത്തില്ലെന്നല്ല, ബിഗ് ബോസ് വിളിച്ച പോത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടി അങ്ങനെ ഒരു ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആ സമയത്ത് ഇതുപോലെ ഇരിക്കും, എനിക്കൊന്ന് പോയത് എന്താണെന്ന് അറിഞ്ഞു കളയാം എന്ന് തോന്നിയാൽ ചിലപ്പോൾ പോകും. കാരണം അറിയാമോ, നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്ത സാധനമല്ലേ. നമ്മൾ സിനിമ എക്സ്പീരിയൻസ് ചെയ്തു, സീരിയൽ എക്സ്പീരിയൻസ് ചെയ്തു, അല്ലെങ്കിൽ സീരീസ്, സ്കിറ്റ്, ടി വി പരിപാടി എല്ലാം എക്സ്പീരിയൻസ് ചെയ്തു. ബിഗ് ബോസ് നമ്മൾ ആരും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അവിടെ അത് വേറൊരു ഇതാണ് അല്ലേ, അത് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ നമ്മള് ബിഗ് ബോസ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ കയറി അടച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ശരിക്കും അത് ഭയങ്കര ഒരു അത്ഭുതമല്ലേ. ഓരോ സീസണിലും ഓരോ സെറ്റ് ആണ്, അത്രേ ഉള്ളൂ. അത് നടക്കുന്ന അത്രയും കാലമേ ഉള്ള ബിഗ് ബോസ് വീട്, അത്രേ ഉള്ളൂ. അതൊരു പ്രത്യേക ഒരു ഇതല്ലേ പരിപാടി. നമുക്ക് ഈ വർഷത്തെ ബിഗ് ബോസ് വീട് കാണണമെങ്കിൽ ഈ വർഷം തന്നെ പോണം. അതാണ്, അടുത്ത ദിവസം വേറെ വീടായിരിക്കും. ഓരോരുത്തരും ഓരോ ഇത് പറയുമ്പോൾ എന്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നോബി ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം പലർക്കും പല ഇതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പൊ നമ്മളിത് ഈ തുടങ്ങിയപ്പോഴേ ഇതിനെപ്പറ്റി കേൾക്കുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാരും മിക്കവരും ബിഗ് ബോസിൽ പോയി. പല ലാസ്റ്റ് ഇപ്പൊ അനുവിലെത്തി നിൽക്കുന്നു. കണ്ടറിയാം. അതെ, ചെന്ന് കയറി എന്താ പറയുക, നമ്മൾ ഇന്ന് ആലോചിക്കുന്ന ക്യാമറയും വെച്ചിട്ട് നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ വട്ടളായി കഴിഞ്ഞാൽ നമ്മൾ പണം വന്നെല്ലാം വിളിച്ച് പറയും, ഇവിടെ തെറിവിളിയാണ്, നല്ലതാണെന്ന് അറിയാൻ വയ്യാതെ ഒരു സ്ഥലത്ത് പോയി. വേറെ കോമഡി അറിയാമോ, ഈ പറഞ്ഞ EVP-യിലാണ് എന്റെ ഷൂട്ട് കിടക്കുന്നത് ചെന്നൈയിൽ. അത് തൊട്ടിപ്പുറത്താണ് ഞാൻ സരിഗമപ എന്ന് പറഞ്ഞ ഷോയുടെ ഷൂട്ട്, തൊട്ടടുത്താണ് സ്റ്റുഡിയോ. ഈ അനു അറിയുന്ന പോലും ഇല്ല. ഞാൻ എല്ലാ ഷെഡ്യൂളോടെ പോയിട്ട് ഞാൻ നോക്കുമ്പോൾ ബിഗ് ബോസ് അവിടെ ഷൂട്ട് കിടപ്പുണ്ട്. ഒരാളും വരില്ലാതെ വലിയൊരു സെറ്റിനകത്ത്, അതിനകത്താണ് ഷൂട്ട് കിടക്കുന്നത്. EVP-യിൽ അവിടെ ഞങ്ങളുടെ ഈ ടീം താമസിക്കുന്ന ഹോട്ടലിലാണ് ഞങ്ങളും താമസിക്കുന്നത്. അവരെല്ലാവരും വലിയൊരു അവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെയാണ് അവിടുത്തെ ക്രൂവൊക്കെ താമസിക്കുന്നത്. അവിടെ നമ്മൾ താമസിക്കുക. അതാണ് എന്റെ ഒരു. അപ്പൊ അവളറിയുന്നില്ല എല്ലാ ഷെഡ്യൂളും ഞാൻ പോകുമ്പോഴത്തേക്ക് അവിടെ കാണും.
ഇപ്പുറത്തൊന്നും വിളിക്കാനും തട്ടി വിളിക്കാം, പക്ഷെ കേൾക്കത്തില്ലല്ലോ. അവിടെ ഗേറ്റും സെക്യൂരിറ്റിയും പരിപാടി എല്ലാം ഉണ്ട്. അത് നമുക്ക് ചോദിച്ചോണ്ട് കയറാം. അവിടെ നമുക്ക് അറിയാവുന്ന ടീമുകളല്ലേ അവിടുത്തെയും ക്രൂവിലൊക്കെ വർക്ക് ചെയ്യണം. അവര് നമ്മളെ ഇങ്ങോട്ട് വരാറുണ്ട്. പിന്നെ അകത്ത് കയറാൻ പറ്റൂലല്ലോ. അപ്പം ഞാനേ അഖിലേട്ടനെ ആദ്യം ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും അഖിലേട്ടന്റെ ഏറ്റവും മറ്റേ ഈ കൊറോണ ടൈമിലിട്ട വീഡിയോ ആയിരുന്നു. മറ്റേ എനിക്ക് റിക്വസ്റ്റ് ചെയ്യരുത് വിഷ് ചോദിക്കുന്ന വീഡിയോ. ഞാൻ ഈ വത്സല ക്ലബിന്റെ പ്രൊമോഷൻസിന്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോ അഖിലേട്ടനെ ഒരാൾ മാറ്റി നിർത്തി വിഷ് വീഡിയോ എടുക്കുക. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ എന്താ പറയാ, നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടി ഞാൻ എല്ലാവർക്കും, അവർക്ക് ചിലപ്പം ഒരാഗ്രഹമായിരിക്കും, അത് നമ്മളത് ചെയ്തു കൊടുക്കും. പക്ഷെ എന്താ പറയാ, ചില ആ പുള്ളിയുണ്ട് ആ തിരക്കിന്റെ ഇടയിൽ അവിടെ അത്രയും പേരുള്ളവരെ വിളിച്ചോണ്ട് പോയിട്ട്, അതും വിഷ് വീഡിയോ അല്ല, പുള്ളിയുടെ കടയുടെ പ്രൊമോഷൻ. എന്തോ ഒരു കടക്ക് ഉദ്ഘാടനമാണ്, എല്ലാരും വരണം, നമുക്ക് വേറെ ശല്യമൊന്നും ഇല്ലല്ലോ. അയ്യോ, അത് കുറെ ഉണ്ട് കേട്ടോ. അതിപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ ആ പടത്തിലെ വേറൊരു കാര്യം പറഞ്ഞു, എനിക്ക് ഈ വിഷ് വീഡിയോ ഞാൻ ചെയ്തു കൊടുത്ത ആൾക്കാർ ഒന്നും പടം കണ്ടാൽ തന്നെ പടം കിട്ടാൻ അതിനും വേണ്ടി അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് അല്ല ഞാൻ ചോദിക്കുന്നത്, മുമ്പ് ഇതൊരു ട്രെൻഡ് ആയിരുന്നു, എല്ലാവരും ഇങ്ങനെ വിഷ് വീഡിയോ ഉണ്ട്. അത് വേറെ ആർക്കും വരാത്തോണ്ടായിരിക്കും, എനിക്ക് ഇപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു പേര് ചാർത്തി കിട്ടിയിരിക്കുന്നത്. ഞാൻ ചിരിച്ചു ചാവും. അതായത് രാവിലെ കാരണം പറയും, നമ്മൾ എവിടെയെങ്കിലും വട്ടായിട്ടിരിക്കുമ്പോഴാണ് ഈ വരണത്. പിന്നെ അവർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അതാ ചേട്ടാ എന്തിന്, കാരണം നമ്മൾ ഒന്ന് രണ്ട് പല തിരക്കായിരിക്കുമല്ലോ. മാക്സിമം ചിലത് ഈ നീളത്തിലൊക്കെ മറ്റേ സ്ക്രിപ്റ്റ് എഴുതി അയച്ചു തരും. ഞാൻ പിന്നെ അവസാനം 2 വാക്കും പറഞ്ഞിട്ട് പോകുമ്പോ അമ്മ ഇതിന്റെ ഇടയിൽ 3 വരെ പേര് പറഞ്ഞു. ഞാൻ പുറകെ അങ്ങനെ കുറെ പേരുണ്ട്. പിന്നെ പിള്ളേരെയൊക്കെ ബർത്ത്ഡേ രസമല്ലേ, കുഞ്ഞുങ്ങളെയൊക്കെ ബർത്ത്ഡേ പിറന്നാൾ ആഘോഷിക്കുന്ന 1 വയസ്സ് അല്ലെങ്കിൽ 1.5 വയസ്സ് 2 വയസ്സ്, അതൊക്കെ ഒരു ഇതാണ്. 58ാം പിറന്നാൾ ആഘോഷിക്കുന്ന രാജേന്ദ്രൻ പിള്ള, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യോ, നമുക്കൊരു ബ്രാൻഡ് അംബാസിഡർ വിഷ് വീഡിയോയുടെ ബ്രാൻഡ് അംബാസിഡർ. അങ്ങനെ അപ്പോ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ചേട്ടന്റെ ലൈഫിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്ത ഒരു പീരീഡ് ഏതായിരുന്നു? അതൊന്ന് ഓവർകം ചെയ്തത് എങ്ങനെയായിരുന്നു? സ്ട്രഗിൾ ചെയ്ത പീരീഡ് എന്ന് വെച്ചാൽ, നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊന്നും വലിയ സാമ്പത്തികം ഉള്ള ചുറ്റുപാട് നല്ല വന്നത്, ഇപ്പോഴും അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ ആ പഠിത്തം കഴിഞ്ഞ് നേരെ ഞാൻ ഗൾഫിലൊരു ഭൂതമല്ല ഉണ്ടായിരുന്നു. അയ്യോ, ഗൾഫിൽ ഒരു 3 വർഷം അവിടെ എനിക്ക് തോന്നുന്നു ഞാൻ ജീവിതത്തിൽ കൂടുതൽ കട്ടയടിച്ച അവിടെ. നിന്നാണോ നീ പറയുന്ന കണക്കൊന്നുമല്ല ഗൾഫിലെ ജീവിതം എന്ന് പറയുന്നത്. അത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ കിടന്ന് ഞാൻ പെട്ട പാട്. കാരണം നമ്മളിവിടെ വേറെ പണിക്കൊന്നും പോയിട്ടില്ല. ഞാൻ ആ പാടെ ചെയ്ത ജോലി എന്ന് വെച്ചാൽ വീഡിയോഗ്രാഫിയാണ്. കല്യാണ ക്യാമറമാൻ ആയിരുന്നു ഞാൻ. അതായത് ഞാൻ +2 കഴിഞ്ഞ് ഡിഗ്രി ആറ്റിങ്ങൽ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ വീഡിയോഗ്രാഫി പഠിച്ച് അവിടെ വീഡിയോഗ്രാഫറായിട്ട് ആ സ്റ്റുഡിയോയിൽ എക്സ്പോസിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് വീഡിയോഗ്രാഫി ആയിരുന്നു. അപ്പോൾ അങ്ങനെ നിന്ന സമയത്താണ് ട്രൂപ്പിൽ ഒന്ന് മിമിക്രി വീഡിയോഗ്രാഫിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്, തട്ടിമുട്ടിയൊക്കെ നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. പരിപാടി ട്രൂപ്പിൻ്റെ പരിപാടി ഇല്ലെങ്കിൽ എന്താണ് മിമിക്രി പരിപാടി ഇല്ലെങ്കിൽ കല്യാണ വർക്ക് കാണും. ചിങ്ങത്തിലൊക്കെ നല്ല കല്യാണ വർക്കും പരിപാടിയായിട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഗൾഫിൽ കയറി പോണത്. അയ്യോ, ഗൾഫിൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്നും പറഞ്ഞ് പോയി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ചെന്ന് കയറി കൊടുത്തു. അവിടെ എന്ന് വെച്ചാൽ രാവിലെ 5:30 എണീറ്റ് വണ്ടി കയറി പോയി 6:30 സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി വരെ കട്ടയടി എന്ന് പറഞ്ഞാൽ ചെവരെടുപ്പ്, പ്ലംബിങ്ങിന്റെ ചെവരെടുപ്പ്, ഇലക്ട്രിക്കലിന്റെ ചെവരെടുപ്പ്, ബഹളം, മറ്റേ ഹിൽറ്റി ജാക്ക് ക്യാമറ കൊണ്ടിട്ട് മറ്റേ കോൺക്രീറ്റ് പൊട്ടിപ്പ്, ബഹളം പരിപാടി. അയ്യോ, പിന്നെ അതൊക്കെ ഔട്ട്ഡോറൊക്കെ പണിയാണെങ്കിൽ അവിടെ മണൽക്കാറ്റുണ്ട്, പൊടിക്കാറ്റ്. വായ തുറന്ന വാക്കാത്ത മണലടിച്ച് കയറും. പിന്നെ വാടക സീരിയസ് ആയിട്ട് തമാശ പറഞ്ഞല്ലേടാ. അങ്ങനത്തെ ഈ ബോർഡറിലൊക്കെ പോയി ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രാന്തായി, കാരണം നമ്മൾ ചെയ്ത് ശീലമില്ലല്ലോ. എത്ര വർഷം ഉണ്ടായിരുന്നു? 3 കൊല്ലം ആ വിസ തീരുന്നവരെ കടിച്ചു പിടിച്ച് നിന്നിട്ട് അവിടെ നേരെ തിരിച്ചു വന്നതാണ് കോമഡി എക്സ്പ്രസ്. അവിടെ നിന്ന് കോമഡി എക്സ്പ്രസ്, കോമഡി സ്റ്റാർ, ഫ്ലവേഴ്സ്. പിന്നെ അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോയിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും പഴയ വഴി കയറി അങ്ങോട്ട് പോയി റിവേഴ്സ് എടുത്ത് വീണ്ടും പോയി. അവിടെ നിന്ന് നിർത്തിയൊക്കെ വന്നപ്പോഴത്തെ എല്ലാവരും പറഞ്ഞു, ഗൾഫിൽ നിന്നൊക്കെ നിർത്തി വന്ന് ഇവിടെ വന്ന് വീണ്ടും മിമിക്രി കളിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് കുറെ പേരൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പം കുഴപ്പമില്ല, കൗരൂര് ഞാനേ ഉള്ളൂ സെലിബ്രിറ്റി. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാതൊക്കെ പോകണം. അല്ലെങ്കിൽ ആൾക്കാർ താറ്റൂലേ, ഗൾഫിൽ കിടന്നാ പോരാടാ, ചുമ്മാ ഇവിടെ വന്ന് കിടന്ന് മിമിക്രി എന്നൊക്കെ പറഞ്ഞു. അല്ല, അങ്ങനെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നല്ലേ. ഇത് സാധാരണ പെൺകുട്ടികളുടെ സ്ട്രഗിൾസ് പറയാറുണ്ട്, ഒരു ഏജ് കഴിയുമ്പോൾ കല്യാണം കഴിക്കുന്നു പറഞ്ഞിട്ട്. പക്ഷെ ആൺകുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 19-20 വയസ്സ്, ഒരു ഡിഗ്രി ഒക്കെ കഴിയുമ്പോ തൊട്ട് ജോലി. ഞാനും എന്റെ അനിയത്തി അത്യാവശ്യം പഠിക്കും, അവള് പെട്ടെന്ന് തന്നെ ജോലിയായി അവള് പോയി. അപ്പൊ ആ സമയത്ത് എനിക്ക് ജോലിയില്ല, കാരണം ഞാൻ ഈ വീഡിയോഗ്രാഫി മിമിക്രി ആയിട്ടൊക്കെ നടക്കില്ലേ. അപ്പൊ അമ്മയുടെ തന്നെ ചോദിക്കും, മോന് വഴിയുന്നു
മിമിക്രിയൊക്കെ അപ്പം അമ്മയ്ക്കും അതൊരു ഇതാണ്. അപ്പം എൻ്റെ അനിയത്തി സെറ്റിലായി. അപ്പം ഞാൻ ഇങ്ങനെ മിമിക്രിയും ടി വി പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ആയിട്ട് നടക്കുന്നു, സ്ഥിര വരുമാനമുള്ള ജോലിയില്ലെന്നൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ട്. അങ്ങനെയാണ് ഗൾഫിൽ കയറിപ്പോയത്. ഗൾഫിൽ കയറിപ്പോയിട്ട് അവിടെ കിടന്ന് അവർ ഗൾഫിൽ കയറിപ്പോൾ അവിടെ നാട്ടുകാർക്ക് അറിഞ്ഞല്ലോ അവിടെ എന്താണ് പണിയുന്നത്. അയ്യോ, അറിഞ്ഞുകൂടാത്ത എല്ലാ പണിയും എടുത്തിട്ടുണ്ട് അവിടെ. ആ പിന്നെ എല്ലാ പണിയും JCB വരെ ഓടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ JCB, ബൊക്കറ്റ്, കുറേ വണ്ടികൾ, പിന്നെ അതിനൊക്കെ തന്നെ എല്ലാ പണിയും, പ്ലംബിങ്, വയറിങ്, അതിൻ്റെ ചെവരെടുപ്പാണ്. കാരണം നമുക്ക് ഈ വയറിങ് എന്ന് പറഞ്ഞിടത്തോട്ട് ഇടിക്കാൻ മെയിൻ്റെനൻസ് കമ്പനിയാണ്. അപ്പോൾ ഈ ചെവരൊക്കെ ഇടിച്ചത് ഹാളാക്കാനൊക്കെ പറഞ്ഞത്. അപ്പം കൊണ്ടുവന്ന് ഇടിച്ച് പൊട്ടിച്ച് ഇതെല്ലാം വാരി വൃത്തിയാക്കി ഭയങ്കര ഇതായിരുന്നു അവിടെ. പിന്നെ വെയിലത്ത് അവിടുത്തെ ചൂടെന്നൊക്കെ ഇറങ്ങാത്തോണ്ടാണ് ഷൂവിനകത്ത് വിയർപ്പിറങ്ങും, നിന്ന് വിയർത്ത് ഭയങ്കര. നമ്മൾ ഈ ഇപ്പം ഷോക്കൊക്കെ ആ സ്ഥലത്ത് പോകുമ്പോൾ ഉണ്ടല്ലോ, പണ്ടത്തെ കാര്യം ആലോചിക്കും. പണ്ടൊന്നും സിറ്റി കാണാൻ പറ്റൂല, ഇതൊക്കെ അങ്ങ് ഉള്ളിലാണ് ഈ ലേബർ ക്യാമ്പും പണിയൊക്കെ. ഇപ്പം നമ്മൾ ആ സിറ്റിയിലൊക്കെ പരിപാടിക്ക് പോകുമ്പോഴേ നമ്മൾ അവിടുത്തെ ഹോട്ടലിലൊക്കെ അല്ലേ താമസിക്കുന്നത്. അപ്പോഴായിരുന്നു ആലോചിക്കും, പണ്ട് ഫ്ലൈറ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ഒരു മറ്റേ ഡബിൾ ക്യാബിൻ്റെ പിക്കപ്പിലാണ് കൊണ്ടുപോകുന്നത്, പെട്ടിയൊക്കെ എടുത്താക്കിയിട്ട്. ആദ്യം ഞാൻ വരുമ്പോഴേ അവിടെ ജോലിക്ക് പോകുമ്പോൾ പിന്നെ 3 വരെ നിർത്തി വന്നിട്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ സ്മൂത്തായിട്ട് സൈഡ് വരെ അങ്ങ് പോകണം. അല്ല, ഈ നമുക്ക് എക്സ്പീരിയൻസസിലൂടെ പഠിക്കുന്നതിനൊരു ഭയങ്കര അനുഭവങ്ങൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. കാരണം എന്താ പറയുക, ഒരുപാട് അനുഭവം ഉണ്ടെങ്കിൽ നമുക്കൊരു സുഖമാണ്. കാരണം നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഇപ്പോൾ നമുക്കൊരു ഇതായെന്ന് പറയുമ്പോൾ അതൊക്കെ മറന്നു പോകും നമ്മൾ. അപ്പം അന്നത്തെ ആ ഒരു പെയിൻ എന്തായാലും ഇപ്പോൾ ഇല്ല. അന്ന് അത് ആലോചിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അപ്പം അവിടെ പോയിട്ട് അവിടെ ഇപ്പം ജോലി ചെയ്ത അതിനുള്ള ജോലി ചെയ്ത ഹിന്ദിക്കാരന്മാർ എപ്പോഴും എന്നെ വിളിക്കും. അവരായിട്ട് ഇപ്പോഴും ടച്ച് ഉണ്ട്. കുറച്ചുപേർ അവിടെ ഇപ്പോഴും ഉണ്ട്. എന്നോട് ജോലി ചെയ്ത് ഞാൻ 2013 വരെ 10 തൊട്ട് 13 വരെ അബുദാബിയിലായിരുന്നു. ഈ അബുദാബിയിൽ ആ ജോലി ചെയ്ത ഹിന്ദിക്കാരൻ, ബീഹാറി, രാജസ്ഥാനിയൊക്കെ ആയിട്ട് ഇപ്പോഴും ഞാൻ ടച്ച് ഉണ്ട്. അവരിപ്പോഴും വിളിക്കും. കാരണം അവരവിടെ ക്യാമ്പിലുള്ളവർ എൻ്റെ പരിപാടിയെ കാണുമ്പോൾ മലയാളി വിളിച്ച് കാണിക്കും. കാരണം അവന്മാരോടെ ഞാൻ അവിടെ ചെവരിടിച്ചോണ്ടിരുന്നത് ഈ കാണുമ്പോഴത്തേക്ക്. അപ്പൊ എന്നെ ഇപ്പൊ സാബെന്നൊക്കെ വിളിക്കണം. ഞാൻ എന്ത് സാബിടാ ഞാൻ പുറത്തായെന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ പിന്നെ അവിടെ ഇപ്പോഴും അവർക്ക് ആ സന്തോഷമുണ്ട്. കാരണം അവരുടെ റൂം ഷെയർ ചെയ്ത് അവരെ ഞാൻ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ആയതാണ്. കാരണം എപ്പോൾ നോക്കിയാലും കാണാം മൊബൈലിലും അവിടെ ഇവിടെ. കാരണം അവരെ കൂടെ ചെവര് പിടിച്ച് ഇതും മറ്റേ അവിടെ മറ്റേ ഈ കാർബസ് എന്ന സാധനമുണ്ട് ഈ റോഡിന്റെ സൈഡിലെ മറ്റേ ഇതില്ലേ കല്ല്, അതിന്റെ പെയിന്റ് ഇട്ടിട്ടുണ്ട്, കറുപ്പും വെള്ളേ. അയ്യോ, അതൊക്കെ ഇവിടത്തെ ചൂട് 47 അല്ലേ ഉള്ളൂ. ഇവിടെ മാക്സിമം ചൂട് 42 ഡിഗ്രി, 44. അവിടെ 49-50 ഡിഗ്രിക്കൊക്കെ പുറത്തെ ചൂടാണ്. പിന്നെ വെളിയിൽ പണി പിന്നെ വെയിലതല്ലേ കഴിക്കാൻ പറ്റും. അവിടെ കിടന്ന് കാണിക്കുന്ന അവിടെ ആകുമ്പോൾ നോമ്പ് സമയത്ത് മാത്രം ഒരു 12 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ 3 മണിക്ക് ശേഷം ഇറങ്ങിയാൽ മതി. അല്ലാത്ത സമയം മൊത്തം വെയിലത്ത് ഭയങ്കര പണിയാണ്. ചൂടത്ത് ഒരു 3 മാസം, അല്ല സോറി നോമ്പിനല്ല, ചൂടത്തൊരു 3 മാസം. എനിക്കൊന്ന് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അങ്ങനെ എന്താണ് മെയിൻ ചൂട്. ജൂൺ മഴയില്ലേ, അത് അവിടെ മഴയാണ്. അങ്ങനെ എന്തോ ഒരു 3 മാസം. അല്ല ജൂണല്ലേ ചൂടുള്ളത്? അവിടെ അത് തന്നെ. അങ്ങനെ 3 മാസം അവിടെ ഇതില്ല. അങ്ങനത്തെ ബാക്കിയുള്ള ദിവസം ഫുള്ള്. പിന്നെ ഈ അവിടുത്തെ ആൾക്കാരൊക്കെ കഷ്ടം കണ്ടിട്ട്. കാരണം അവിടെ റോഡിലല്ലേ പണി കിടക്കുന്നത്. ഈ 3 കൊല്ലം പല പണികളാണല്ലോ. നമുക്ക് ട്രേഡ് അറിഞ്ഞൂടല്ലോ ഒന്നും. അതുകൊണ്ട് എല്ലാം ചെയ്യണം. ഹെൽപ്പർ അതാണ് അവിടുത്തെ ഇത്. ഞാൻ മറ്റേ ഇതൊന്നും പറഞ്ഞു പോയതാ, മറ്റേ സ്റ്റോർ കീപ്പർ എന്ന് പറഞ്ഞ് പോയതാ. ആ കമ്പനി പണിയില്ല, ബാധ്യതയായിട്ട് അല്ലല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അവിടെ ഈ ഗൾഫിൽ പോയ ആദ്യം എല്ലാവരും ഇങ്ങനെ തന്നെ. അല്ല ചെന്നുടനെ നമുക്ക് ഷേക്കിന്റെ ജോലിയൊന്നും പറ്റിട്ടില്ല. എല്ലാവരും അവിടെ കിടന്ന് കട്ടയടിച്ച് തന്നെ. അവിടെ ഞാൻ ഇപ്പൊ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് അടുത്തൊരു ചാടി അടുത്ത ചാടി ചിലപ്പം അത്യാവശ്യം നല്ലൊരു പൈസക്കാരായ വേറെ ജോലി ചിലപ്പോൾ എത്തിയാണ്. കാരണം അത്രയും അനുഭവങ്ങൾ കിടക്കുകയില്ലേ. തിരിച്ച് അമ്മക്ക് ഉള്ളിൽ ഇത് കിടക്കുന്നോണ്ട് നമ്മളിവിടെ വന്നിട്ട് ഈ പരിപാടിക്ക് പോയി. തിരിച്ചിവിടെ വന്നിട്ട് ഈ മിമിക്രിക്ക് തന്നെ ഇറങ്ങുന്ന അതിനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നല്ലോ. അതെങ്ങനെ ഉണ്ടാക്കി? അത് ആദ്യം തിരിച്ചു പോകണം എന്ന് പറഞ്ഞാണ് വന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് സെറ്റായിട്ട് അപ്പോഴത്തെ ഈ കോമഡി എക്സ്പ്രസ് എന്ന പരിപാടി തുടങ്ങിയിട്ട് നൈസിന് സ്കിറ്റിലേക്ക് കയറി പരിപാടിയൊക്കെ കളിച്ച് വീണ്ടും ആ ട്രാക്കിലോട്ട് വരണമല്ലോ. വന്ന് വീണ്ടും അപ്പൊ വീട്ടുകാർക്ക് ഇത് പോണില്ലേ, അവന് വിസ കയറുന്ന പുതിയ വിസയുടെ ജോലി ശമ്പളമൊന്നുമില്ല, കട്ടയടിയ. ഞാൻ വീട്ടിൽ ഇത്രയും കഷ്ടപ്പാടൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ കൈയൊക്കെ പൊട്ടിയിട്ടുണ്ട്. കാരണം നമ്മളിവിടെ ഒരു പണി എടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഈ ഷവലൊക്കെ പിടിച്ച് ഈ അർവാന എന്ന സാധനം ഞാൻ അവിടെയാണ് കാണുന്നത്. അർവാന അറിയാമോ? അർവാനക്കകത്ത് ഈ മദ്രൂസ് താബൂക്ക് എന്ന് പറയും, മദ്രൂസ് കല്ല്, അതായത് നിറഞ്ഞ കല്ല്. ഇതൊരു 5-6 എടുത്തിട്ട് പൊക്കി നോക്കണം. ഇവിടെ ഒരു വിളി കേൾക്കും, കയ്യിൽ പിടുത്തമുണ്ട് സത്യം. ഇങ്ങനെ അതായത് അത്രയും വെയിറ്റ് ഉള്ളു. ഇതൊക്കെ എടുത്തോണ്ട് കൈ പൊട്ടിയിട്ട് നമ്മൾ ആരോട് പറയാൻ? മൊത്തം ഹിന്ദിക്കാരന്മാരൊക്കെയാണ് പോകുമ്പോൾ. അന്ന് മല ഹിന്ദി അറിഞ്ഞൂടല്ലോ. കരോ അവരൊന്നും പറയും കരോ പറഞ്ഞ് എല്ലാം ചെയ്തോണ്ടിരിക്കണം. അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും. ചേട്ടനായോണ്ട് ഇത് കോമഡി ആയിട്ട് പറയുന്നത്. ഇപ്പം പറഞ്ഞ അന്ന് സങ്കടം വരും. അല്ലെന്നറിയാം, ഞാൻ അന്ന് കരഞ്ഞിട്ടുണ്ട് സത്യം പറയല്ലേ. കാരണം നമ്മൾ ആരോട് പറയും? വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം
ഈ വിസ തീരുന്നവരെയൊക്കെ അവിടെ നിൽക്കണം. കാരണം അത് ഇപ്പം ആലോചിക്കുമ്പോഴേ ജോലി ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഓക്കെയാണ്. നമ്മൾ ജോലി ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ഡിഗ്രി കഴിഞ്ഞു, മിമിക്രി മാത്രമേ ഉള്ളൂ കയ്യിൽ, വേറെ ട്രേഡ് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ നമ്മളിപ്പം നാട്ടിലെ ജോലി ജീവിച്ചിരുന്നെങ്കിൽ അവിടെ പോകുന്നെങ്കിൽ ചിലപ്പോൾ ചെയ്തു പോയത്. ഇതൊരു സുപ്രഭാതത്തിൽ ചെന്ന് ചാടി കൊടുക്കണില്ലേ. അതും അവിടുത്തെ വെയിലൊക്കെ അടിച്ച് കറുത്ത് കരിവാളിച്ച്, കാരണം അവിടെ വെയിൽ കൊണ്ടിട്ടില്ലല്ലോ. ഇവിടെ വീട്ടിൽ നിന്ന് കള്ളച്ചോറിട്ട് ഇടക്കയില്ലായിരുന്ന. അങ്ങനെ ഒരു 3 കൊല്ലം പണി കിട്ടി. അതേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട്, അതായത് ശാരീരികമായി കഷ്ടപ്പെട്ടതൊന്നും. അല്ലാതെ ഇപ്പോഴും നമ്മൾ കഷ്ടപ്പെടുന്ന വെച്ചാൽ എങ്ങനെ, ഞാൻ ചാർമാനിക്ക് ചെയ്യുമ്പോഴായാലും നമ്മൾ സ്കിറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരുപാട് ഉറക്കമൊഴിഞ്ഞിരുന്ന ഒരുപാട് പരിപാടികളും, അല്ലെങ്കിൽ സ്റ്റേജ് ഷോയ്ക്കായാലും ഉറക്കമൊഴിഞ്ഞും അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഫിസിക്കൽ കഷ്ടപ്പാട് അവിടെ ഇരുന്നു ഗൾഫിൽ. ആ ഗൾഫിൽ ഇപ്പം ഒരുപാട് പ്രാവശ്യം പ്രോഗ്രാമിന് പോയിട്ട് 5 സ്റ്റാർ ഹോട്ടൽ ഉൾപ്പെടെ 4 സ്റ്റാർ ഹോട്ടലിലും താമസിച്ച് കിടന്നിട്ടുണ്ട്. അവിടെ ക്യാമ്പിൽ കിടന്നിട്ടുണ്ട്, AC ഇല്ലാതെ ചൂടത്ത് കിടന്നിട്ടുണ്ട്. ക്യാമ്പിൽ ചിലപ്പോൾ AC കാണത്തില്ല. അപ്പോൾ അവിടെ ആ സമയത്തൊക്കെ നമുക്ക്, അതായത് നമ്മൾ ഇവിടെ പറയുന്ന പോലെ ഇല്ല, ലേബർ ഒന്നോണം ജോലി അവിടെ. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന എപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ അവിടെയുള്ള അങ്ങനെയുള്ള ഇവിടെയുള്ള പിള്ളേർ പഠിക്കുന്നത്, ഈ പ്രവാസികൾ എപ്പോഴും നമ്മളെന്നറിയാമോ, ഈ കാണുന്ന ഈ പളവളപ്പ് മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ ജോലി ചെയ്തൊരു ഹിന്ദിക്കാരുണ്ട്, അവ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അതാണ് തിരിച്ചു പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകണം. കാരണം അവിടെ മറ്റേ ഡാങ്കിരിയാണ് ഇടുന്നത്, കവറോളില്ലേ, ഇതിട്ടുകൊണ്ട് എവിടെ പോകാൻ? പിന്നെ എല്ലാ ദിവസവും ജോലിക്ക് പോയേ പറ്റൂ. ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ 30 ദിവസത്തിൽ ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ തലേ ദിവസം ചെയ്ത ജോലിയുടെ പേയ്മെൻറ്റ് ഇവിടെ കട്ടാവും. വെള്ളിയാഴ്ച മാത്രമാണ് ലീവ്. ആ സമയത്തും ഡ്യൂട്ടിക്ക് പോണവരുണ്ട്, ഓവർ ടൈം കിട്ടും. അപ്പോൾ അതിന് ഓവർ ടൈം കിട്ടും. അല്ലാതെ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കറങ്ങാൻ പോകുന്ന വെച്ചാൽ, ഞാൻ താമസിച്ചത് മറ്റേ ഇവിടെ ശിവാലി അല്ല, നമ്മുടെ അൽദഫ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഉള്ളിലാണ്. അവിടെ നിന്ന് ബസ് പോണ റോഡിൽ ഉണ്ടെങ്കിൽ 4 കിലോമീറ്റർ നടക്കണം. കാരണം ഈ ക്യാമ്പിൽ എല്ലാ സാധനവും ഉണ്ട്, മെസ്സുണ്ട്. അപ്പം നമ്മളൊന്നിനും വെളിയിൽ പോകണ്ട. പിന്നെ മാസത്തിൽ ഒരു ദിവസം ശമ്പളം അയക്കാൻ വേണ്ടി ഈ ബസ്സിൽ കൊണ്ടുപോകും. അങ്ങനെ തന്നെ കുറേ പേര് അങ്ങനെയാണ്. ഇപ്പൊ മാറിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഞാനായി കിടക്കുമ്പോൾ അങ്ങനെയായിരുന്നു. അങ്ങനെ പോവും, മാസത്തിൽ ഒരു ദിവസം. ഞാൻ സത്യം പറഞ്ഞ അരുൺ വെഞ്ഞാറമില്ലേ, സുരാൻ്റെ അനിയൻ മരിക്കുന്ന അറിയുന്നത് ഞാൻ ബാങ്കിൽ പൈസ അടയ്ക്കാൻ വേണ്ടി അബുദാബി ചെല്ലുമ്പോൾ അവിടുത്തെ TV-യിൽ ഇങ്ങനെ ഒരു കടയിൽ മലയാളി കടയിൽ ചായ കുടിക്കാൻ കയറിയപ്പോഴത്തേക്ക് അവിടെ TV-യിൽ ഇട്ട് കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. കാരണം ഞാൻ താമസിക്കുന്നതൊന്നും ഫോണില്ല, ആഴ്ച ഒരു ദിവസമാണ് വിളിക്കുന്നത്. റേഞ്ച് ഇല്ല, റേഞ്ച് അങ്ങനത്തെ ഫോണിന്റെ പരിപാടി ഇല്ല. അങ്ങനെ എന്തൊരു ഇതുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ താമസിക്കുമ്പോൾ. നമ്മുടെ ഈ ബദലി എന്ന് പറഞ്ഞ് കൊണ്ടുപോകും. ബദലി എന്ന് വെച്ചാൽ സ്ഥലം മാറ്റം. ഇത് ഡിഫൻസിന്റെ പണിയാണ് ഞാൻ അവിടെ കമ്പനി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏതെങ്കിലും മറ്റേ കൊണ്ണി ഏരിയയിൽ മറ്റേ കേബിള് ബ്രേക്ക് ആയത് തോണ്ടി എടുത്തിട്ട് അത് ശരിയാക്കാനൊക്കെ ഇലക്ട്രീഷ്യനോട് ഹെൽപ്പറായിട്ട് വിടും. അപ്പോൾ അവിടെ ഒന്നും റേഞ്ച് ഒന്നും കാണില്ല. നമ്മൾ താമസിക്കുന്നത് അവിടുത്തെ ഈ ഡിഫൻസിന്റെ എന്തെങ്കിലും ക്വാർട്ടേഴ്സിന്റെ സൈഡിൽ ചെറിയ ക്യാരവൻ പോലത്തെ സാധനമാണ്. ക്യാരവൻ നമ്മുടെ സിനിമയിലെ ക്യാരവനല്ല, ചെറിയ പെട്ടി പോലത്തെ ഒരു വീടുണ്ട്, അതിനകത്താണ് താമസം. ഞാൻ ഹിന്ദിക്കാരന്മാരുടെ 4 മാസം താമസിച്ചിട്ടുണ്ട്. ഈ പരിപ്പും ഡാലും ചപ്പാത്തി. വേറെ അവർക്ക് ചോറൊന്നും ഒന്നുമില്ലല്ലോ, അവരെ കൂടെ ഡാല് കറിയും വെച്ച് സൂപ്പറായിട്ട്. പിന്നെ അത് പിന്നെ ഞാൻ പിന്നെ അങ്ങ് നെവർ റൈറ്റ്, നമ്മൾ പിന്നെ അങ്ങ് പെട്ടത് തന്നെ. പിന്നെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയ 100 ദിവസം നിൽക്കണം എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അതെ, എവിടെ പോയാലും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക്, ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരെ എവിടെ കൊണ്ടിട്ടാലും സർവൈവ് ചെയ്യുന്നുള്ളൂ. ഇനി പറ്റൂല, അന്നെന്ന് പറഞ്ഞാൽ നല്ല ഇനി പറ്റത്തില്ല. ഇനി അല്ലെങ്കിൽ മലയാള സിനിമ വിടത്തില്ലല്ലോ. മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായി മാറി. അതെ, ഇനി അങ്ങോട്ട് ചേട്ടന്റെ ഒരു ഗ്രാഫ് വെച്ച് നോക്കുമ്പോ ഇനി അങ്ങോട്ട് ഫുൾ തീർച്ചയായിട്ടും അതെ സെറ്റായി വരണം. അതെ, പിന്നെന്താ ഇനി എന്താ ചോദിക്ക? ബിഗ് ബോസില് അനുമോളുടെ PR-ന്റെ കാര്യം ഇപ്പൊ ഭയങ്കര ചർച്ചയായിട്ട് പൊക്കോണ്ടിരിക്കുക. എന്താ ചോദ്യം അത് എന്താ സംഭവം? അത് ആക്ച്വലി ചേട്ടൻ എന്താ നല്ല പൈസ കൊടുക്കണോ? എനിക്ക് അറിഞ്ഞൂടാ. എത്ര 16 ലക്ഷം എന്നാണ് ഇപ്പൊ പറയുന്നത്. അവള് കയ്യിൽ നിന്ന് മുമ്പേ കൊടുത്തു. അതേ ഇത് വിജയിക്കണേ കൊടുക്കാന്ന് പറഞ്ഞത്. എനിക്ക് അത് കറക്റ്റ് ആയിട്ട് ഇതുവരെ കൺവേ ആയിട്ടില്ല. ഒന്നും കൊടുത്തിട്ടില്ലെന്ന് അനു പറഞ്ഞു. ഒന്നും കൊടുത്തിട്ടില്ലെന്ന് അവളെ സ്വഭാവം വെച്ച് അവൾ അർത്ഥം കഴിക്കും ഉപ്പ് കഴിക്കാത്ത ഒരു പെണ്ണാണ്, സീരിയസ് ആയിട്ട്. അത് സത്യം. അവിടെ ഓരോ ഫംഗ്ഷനൊക്കെ ആരെയെങ്കിലും ഉറുപ്പൊക്കെ മേടിച്ചിരുന്നു. അവള് അത്ര പിശിക്കാണ് കേട്ടോ ബേസിക്കലി. പിന്നെ അവൾ അങ്ങനെ പിശുക്കിയാണ് ഇപ്പോൾ ഒരു വീടും വണ്ടിയൊക്കെ എടുത്ത് സെറ്റൊക്കെ ആയില്ലേ അവള്. അവൾ അത്രയും പിശുക്കി കഷ്ടപ്പെട്ടൊക്കെ തന്നെ വന്നത്. ഈ 16 ലക്ഷം ഒക്കെ അവള് കൊടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അവള് സ്വഭാവം വെച്ച് സീരിയസ് ആയിട്ട് ഭയങ്കരമായിട്ട് നിഷേധിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടിയിട്ട് കമ്മീഷൻ വ്യവസ്ഥയിലൊക്കെയാണ് ചിലപ്പോൾ അവള് ചിലപ്പോൾ പറഞ്ഞത്. അവിടെ നിന്ന് ഇപ്പം വിൻ ചെയ്യണത് 50 ലക്ഷം കിട്ടുമോ? അപ്പം നിങ്ങൾ PR ചെയ്ത് എനിക്ക് 50 ലക്ഷം കിട്ടുകയാണെങ്കിൽ അവർക്ക് ഇത്ര ശതമാനം ചിലപ്പോൾ അങ്ങനെ എല്ലാം പറഞ്ഞാണ്. അല്ല അവൾ കയ്യിൽ മുമ്പേ എടുത്ത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. 1 രൂപ പോയാൽ ചാടി വീണ് മറിഞ്ഞ് കുത്തിക്കണ്ണം കറിഞ്ഞ് എടുക്കുന്നതാണ്.
അങ്ങനെയാണ് എനിക്ക് അറിഞ്ഞൂടാ. കുറെ സ്ട്രഗിൾ ചെയ്ത് കയറി വന്ന ആളാണ്. പിന്നെ തീർച്ചയായിട്ടും അനു തന്നെ ആ പറയുന്നു. അനു അത് ഞാനിപ്പം അവളെ ഗ്രോത്ത് എനിക്ക് അറിയാമല്ലോ. അവൾ ആദ്യം സ്റ്റാർ മാജിക് വരുമ്പം ഡയറക്ടർ വെച്ച് ഇത് ഏത് ഇതിലുള്ള സീരിയലുള്ള വെച്ചെന്നാണ് ചോദിച്ചാൽ അറിയില്ലായിരുന്നു. കാരണം അവള് നിരന്തരം കിടന്ന് വിളിയായിരുന്നു. കോർഡിനേറ്റർ അർച്ചനയെ കിടന്ന് വിളിച്ചാണ് ഇതിൽ കയറുന്നത്. കയറി പിന്നെ അവൾ അവളേതായ സ്പേസ് ഉണ്ടാക്കി എൻഗേജ് ആക്കി പരിപാടിയിൽ കയറി പിന്നെ അവളിപ്പം ഒരു സീരിയലിൽ ഹീറോയിനായിട്ട് വന്നു. മല്ലികാമ്മയായിട്ട് ഓപ്പോസിറ്റ് ആര്യനാടുന്ന് പോണ അങ്ങ് തിരുവനന്തപുരത്ത് ഉള്ളിൽ കിടക്കുന്ന അവൾ അവിടെ നിന്ന് ഇവിടം വരെ ഈ ഒരു പൊസിഷൻ വരെ എത്തിയില്ലേ. അതവിടെ ഒരു ഇത് തന്നെയാണ്. അത്രേ ഉള്ളൂ. പിന്നെ കഴിവില്ലെങ്കിൽ നമ്മൾ ഇവിടം വരെ എത്തും. ആരും എത്തൂലല്ലോ. നമ്മൾ കഴിവ്, അർപ്പണ മനോഭാവം, അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമുള്ള പരിശ്രമം, ഇതൊക്കെ തന്നെയാണ് ഒരു ഏത് പരിപാടിയിലായാലും. ഇപ്പം ആക്ടേഷൻ ആകുമ്പോൾ ഇതൊരു എന്താണ് ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരു എന്താണ് ഒരു ഗ്ലിറ്റർ ഒരു ഫേസ് അല്ലെങ്കിൽ ഒരു എന്താണ് അങ്ങനത്തെ ഒരു ഫീൽഡ് ആയതുകൊണ്ടല്ലേ ഇത് എല്ലാവരും നോക്കുന്നത്. അല്ലാതെ സ്ട്രഗിൾ ചെയ്ത് ഗവൺമെന്റ് സർവീസിൽ കയറുന്ന എത്ര പേരുണ്ട്. പൈലറ്റ് ആവുന്നവരുണ്ട്, പോലീസ് ആവുന്നവരുണ്ട്, ടീച്ചർ ആവുന്നവരുണ്ട്. അവരെന്നാലും മൈൻഡ് ചെയ്യാത്ത എന്താണ് ഇത് കുറച്ചുകൂടെ എന്താണ് കോൺട്രവേഴ്സി ഉണ്ടാകാൻ പറ്റിയൊരു ഫീൽഡ് ആയതുകൊണ്ടല്ലേ ഇത് കയറി പിടിക്കുന്നത്. ബാക്കി എത്രയോ പേർക്ക് ജീവിതാഭിലാഷം എനിക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥനാകുന്നുള്ളത് എത്രയോ പേര് എന്നോട് പഠിച്ച എത്ര പിള്ളേർ സ്കൂളിൽ ടീച്ചർമാരായിട്ട് കയറിയെന്ന് പറയാം. അവർ അന്നേ അങ്ങനെയാണ്. ടീച്ചിങ് ഭയങ്കര പാഷനാണ്. അവർക്ക് ഒരിക്കലും ഇപ്പോൾ സിനിമ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം കാണൂല, അല്ലെങ്കിൽ സിനിമ എന്നാണ് ആഗ്രഹം കാണൂല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമില്ലേ. പിന്നെ കൂടുതലും ഇപ്പോൾ ആൾക്കാർക്ക് ഇതാണ് ലൈം ലൈറ്റിൽ അല്ലെങ്കിൽ തിളങ്ങിക്കുന്ന സ്റ്റാർ ആവുക എന്ന് പറയുന്നത്. പിന്നെ അത് ആവാൻ ഒരു ഭാഗ്യം വേണം, നിലനിൽക്കാൻ അതിനെക്കാട്ടി ഭാഗ്യം വേണം. സിനിമ വര എളുപ്പമാണ്, നിലനിന്ന് പോരാണ് അതിനെക്കാട്ടി പാടല്ലേ. അത് ഞാൻ പലപ്പോഴും ഞാൻ മിക്ക ഇന്റർവ്യൂസിലും പലയിടത്തും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. എന്റെ അടുത്ത് എന്റെ ബിഗിനിങ് സ്റ്റേജിൽ ആരോ പറഞ്ഞൊരു കാര്യമായിരുന്നു അത്. വരാൻ എളുപ്പമാണ്, നിലനിൽക്കാനാണ് ഭയങ്കര പാടാ. പിന്നെ നമുക്ക് കുറച്ച് എളുപ്പം പടങ്ങൾ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അയ്യോ നമ്മൾ ആരും വിളിക്കുന്നില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും പോയിക്കൊണ്ടിരിക്കുകയല്ലേ പറ്റൂ. അപ്പം അങ്ങനെയൊക്കെ തോന്നും. പിന്നെ നമുക്ക് എന്താണ് ടെലിവിഷനിൽ സ്റ്റേജിൽ നമുക്ക് എല്ലാം ഉണ്ടല്ലോ. ഒരു മ്യൂസിക്കാരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ആലോചിച്ച് നമുക്ക് സ്റ്റേജ് ഉണ്ട്, ഇപ്പോഴും സ്റ്റേജിൽ കളിക്കാം. ടെലിവിഷൻ ഉണ്ട്, ഇപ്പോഴും ടെലിവിഷൻ പരിപാടി ചെയ്യാം. സിനിമ കിട്ടുമ്പോൾ സിനിമ ചെയ്യും. നമുക്ക് ഈ 3 പ്രോസസ് ഉണ്ട്. മറ്റേ രസതന്ത്രത്തിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് എന്റെ കൈത്തൊഴിലുണ്ടല്ലോ അന്ന് പറഞ്ഞ പോലെ നമുക്ക് എല്ലാ പരിപാടിയും ഉണ്ടല്ലോ, സ്റ്റേജ് ഷോ ആയാലും. പക്ഷെ എനിക്ക് തോന്നുന്നു ചിലരൊക്കെ സിനിമയിലേക്ക് ചാൻസ് കിട്ടി തുടങ്ങുമ്പോ 2-3 പടമൊക്കെ കണ്ടിന്യൂസ്ലി കിട്ടി തുടങ്ങുമ്പോ ഈ ബാക്കിയുള്ള സൈഡായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് ചെയ്യുന്നത് പോലെ കണ്ടിട്ടുണ്ട്. അതൊരു വൈസ് മൂവ് ആണോ ആക്ച്വലി? കാരണം പറയുമ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി എന്ന് പറയുന്നത് അറിയാമോ, കാരണം ഞാൻ ഇപ്പം അടുത്ത ഡേറ്റ് വിളിക്കാം, ചേട്ടാ ഒരു പരിപാടി ഉണ്ട്. ഞാൻ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ആരൊക്കെ വേണം, ഇപ്പൊ നോബി അല്ലെങ്കിൽ അവരൊക്കെ വെച്ചിട്ട് പരിപാടി കേട്ടോ, ആരൊക്കെ ഉണ്ട്, ആരെ കിട്ടും, നമ്മൾ ഇത്ര പേരുണ്ട്, ഓക്കെ എന്നാണ് ഇത് വെച്ചു ഇത്രയാവും പരിപാടി റേറ്റ്. ഞാൻ പരിപാടി കൊടുക്കും. പിന്നെ റേറ്റ് എടുത്ത് പരിപാടി കളിക്കുകയാണ് നമ്മൾ. പിന്നെ അതിൽ വേറെ ഒന്നും ചിന്തിക്കുന്നത്, കാരണം ആ ഡേറ്റ് നമുക്ക് വേറെ പരിപാടിയോ പടമോ ഒന്നുമില്ല. പിന്നെ ആ സമയത്ത് പടം വന്നാൽ ചേട്ടാ ഇന്ന ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ചെന്ന് കൈയും കാലും പിടിച്ച് മറ്റമ്പി വിളിച്ച് എങ്ങനെയെങ്കിലും ആ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോയി ആ ഷോയും ചെയ്ത് പടം ചെയ്തങ്ങ് പോകും. സ്റ്റേജ് നമുക്ക് ഇപ്പോഴും ജീവനാണല്ലോ, നമ്മളെ തട്ടകമാണല്ലോ. സ്റ്റേജ് പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്മളിവിടം വരെ എത്തിച്ച സ്റ്റേജ് പരിപാടിയാണ് സത്യം. നമുക്ക് കറക്റ്റ് റെസ്പോൺസ് അറിയാൻ പറ്റും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഓഡിയൻസിന്റെ പൾസ് അനുസരിച്ച് ഒരു പെർഫോം ചെയ്യുന്ന കിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള പരിപാടി. ഇത്രയും ആൾക്കാരെ കയ്യിലെടുത്തുകൊണ്ട് സ്റ്റേജ് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത്, അപ്പൊ അതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഇതെല്ലാം. ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട് തിയേറ്റർ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ലൈവായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നവർക്കൊക്കെ സിനിമയിലേക്ക് വരുമ്പോഴും കുറച്ചുകൂടെ ഈസിയാണ്. അറിയാമോ, ഈ സഭാകമ്പം കാണൂല, ഒരു ചമ്മലും എന്താടാ കാണിക്കണെന്ന് ചോദിച്ചാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എത്രയോ കൂവല് കെട്ടിയേക്കത് അങ്ങനെയല്ലേ വന്നത്. പിന്നെ കൊള്ളാം നിർത്താതെ പോകുന്നവരുണ്ട്. നമ്മളെ ഫുക്രു ഇല്ലേ, ഫുക്രു ഇടയ്ക്ക് ദിവസം എന്നെ കണ്ടത് പറഞ്ഞ് അന്ന് എന്നെ ഓർമ്മ വേണ്ടാ, നിന്നെ ഇതില് റീലിലും മറ്റേ സോഷ്യൽ മീഡിയ അതല്ലെന്ന്. അവൻ 5-6 കണ്ട പഠിക്കുമ്പോൾ അവന്റെ നാട്ടില് പത്തനാപുരത്ത് ആ ഏരിയയിൽ പരിപാടിക്ക് ചെന്നപ്പം എന്റെ പരിപാടിക്ക് അവൻ ഫ്രണ്ട് ചെയ്ത് മറ്റേ ഇത് ഊത്തില്ലേ, അത് ഊതി ശല്യപ്പെടുത്തിയിട്ടുണ്ടതില്ല. അവർക്ക് ഇത് ഒരുപാട് പേര് അവരുടെ പറഞ്ഞതാ, ഒരുപാട് പേര് കിടക്കുക. അവൻ അന്നേ മറ്റേ വാലാണല്ല. നമ്മൾ എവിടെയല്ല എന്തെല്ലാം അനുഭവങ്ങള്. ഞാൻ ഇങ്ങനെ മിമിക്രി സ്റ്റേജ് ഒക്കെ ചെയ്യുന്നവരെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവരെ ചോദിക്കാതെ വിടാത്തൊരു ക്വസ്റ്റ്യൻ ആയത്. ഇത് ഫുക്രുവിന്റെ ഒരു അനുഭവം. അപ്പൊ ഫുക്രു എനിക്ക് ഓർമ്മയില്ല അണ്ണാ ഞാനായിരുന്നുള്ളത്. നിങ്ങൾ പിന്നെ ഈ ചില പറമ്പിലൊക്കെ 2 അടിച്ചിട്ട് ചില ഫ്രണ്ട് വന്നിരിക്കും. ഫ്രണ്ട് വന്നിട്ട് ഇവർ ഈ സ്കിറ്റുമായിട്ടങ്ങ് ഇൻവോൾവ് ആവും. കുടിയ സ്കിറ്റ് കളിക്കുകയാണെങ്കിൽ ഭാര്യ നിങ്ങൾക്ക് അറിയാമോ, ഇയാളെനിക്ക് ഒന്നും ജോലിയായിട്ട് പൈസ കൊണ്ടുപോകുമ്പോഴത്തേക്ക് പുള്ളി ഫ്രണ്ട് ചെയ്ത് തരടാ എന്നൊക്കെ പറഞ്ഞ് പുള്ളി തന്നെ ഇൻവോൾവ് ആവും. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. എന്നിട്ട് ഇവര് നമ്മളത് കയറി ഉടക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അവസരം നമുക്ക് ഇതാവും. കാരണം ഈ ആൾക്കാരെ പെട്ട് ഡിസ്റ്റർബ് ചെയ്യുമ്പോഴേ അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളൊന്നും ഉണ്ട്. സൂപ്പറമ്പിലെ കോമഡിയാണ്, കുറെ എണ്ണം ഉണ്ട്.
ഈ സ്റ്റേജിൽ നിന്ന് കയ്യിൽ നിന്ന് പോയിട്ട് പാച്ച് അത് ചെയ്യണ്ട. ആദ്യമൊക്കെ നമ്മൾ ഈ പറഞ്ഞ് പഠിച്ചത് തന്നെ പറയും. കാരണം പിന്നെ പിന്നെ ഈ തെളിഞ്ഞൊക്കെ വന്നപ്പോൾ പിന്നെ ഈ പറമ്പിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കയ്യിൽ നിന്ന് അങ്ങനെ പോകാറില്ല. കാരണം എല്ലാം നമുക്ക് അറിയുന്ന ആർട്ടിസ്റ്റുകളായിട്ട് സിങ്ക് ആയിട്ടാണല്ലോ ഒരു പരിപാടിക്ക് ഇറങ്ങുന്നത്. അപ്പൊ നമ്മളൊന്ന് മാറിപ്പോയാലും നമ്മൾ നാടകം പോലെ അല്ല മിമിക്രി. നാടകം എന്ന് പറഞ്ഞാൽ ഒരു ചട്ടക്കൂടിൽ കറക്റ്റ് മ്യൂസിക് പ്ലേയും എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർക്ക് കറക്റ്റ് ക്യൂവിനനുസരിച്ച് പറഞ്ഞ് പ്ലേ ചെയ്ത് പെർഫോം ചെയ്ത് പോകണം. മിമിക്രി എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലാണല്ലോ. ഇതിന് വേറെ ചട്ടക്കൂടും പരിപാടിയൊന്നും ഇല്ലല്ലോ. നമ്മൾ പറയുന്ന സാധനം ജയിച്ചു കഴിഞ്ഞാൽ ആ ഒരു സാധനം ഏറ്റാ പിന്നെ അതിൽ ചുറ്റിപ്പറ്റി 2 കൗണ്ടർ അടിച്ച് ഒന്ന് കറക്കി എടുത്ത് അങ്ങ് കൊണ്ടുപോകും. അതാ സമയം ഏക്കണിലെന്ന് കണ്ട 10 മിനിറ്റ് സ്കിറ്റ് 8 മിനിറ്റ് നിർത്തിയിട്ട് പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ തന്നെ സ്വയം എഡിറ്റ് ചെയ്യും. ചില സ്കിറ്റൊക്കെ നമ്മൾ ചെന്ന് കയറുമ്പോഴേ നല്ല ചിരിയായിരിക്കും. ചില നിഷ്കളങ്കരായ ഓഡിയൻസ് ആണ്, നല്ല ചിരിയായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ അറിഞ്ഞു നിന്ന് കളിച്ച് 10 മിനിറ്റ് സ്കിറ്റ് 15 മിനിറ്റ് ഒന്ന് കളിക്കും. കാരണം കൈ നിട്ടും പോകും. ചില സ്കിറ്റ് 15 മിനിറ്റ് സ്കിറ്റ് ചെന്ന് കയറുമ്പോഴേ ഒരനക്കം ഇല്ലെങ്കിൽ 8 മിനിറ്റ് നിർത്തിയിട്ട് കയറി വരും. അങ്ങനെയുണ്ട്, അങ്ങനെ നടന്നിട്ടുണ്ട്. ഇപ്പം രാജുവേട്ടന്റെ കൂടെ ആക്ട് ചെയ്തല്ലോ, രാജുവേട്ടനായിട്ടുള്ള ഒരു ഭയങ്കര ഓർത്തിരിക്കുന്ന ഒരു മെമ്മറി ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? പുള്ളിയായിട്ട് നമ്മൾ ആ പടം ചെയ്യുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാനും പുള്ളിയായിട്ട് കോമ്പിനേഷൻ കൂടുതൽ എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെക്കാട്ടി ഞാനായിരുന്നു. അപ്പൊ പുള്ളിയുടെ കൂടെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നല്ലോ. പുള്ളി ലൊക്കേഷൻ വന്നു കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഇന്റർവ്യൂവിലും അവലും കാണുന്ന പൃഥ്വിരാജേ അല്ല. പുള്ളി നമ്മുടെ കാര്യങ്ങൾ ചോദിക്കും, നമ്മൾ ചോദിക്കുന്നതിന് മറുപടി പറയും. പുള്ളി അന്ന് എമ്പുരാന്റെ ഷൂട്ടും അതൊക്കെ നടക്കുന്ന സമയത്തോട്ട് പുള്ളി എപ്പോഴും ഫോണിൽ അതിന്റെ റെഫറൻസും പരിപാടിയും ഭയങ്കര വർക്കഹോളിക് കേട്ടോ പുള്ളി. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് പുള്ളി പ്രൊഫഷണൽ ഭയങ്കര പാഷനും അതിൻ്റെതായ ഒരു പരിപാടിയുള്ള ആളാണ്. അപ്പൊ ഭയങ്കര കൂളാണ് കേട്ടോ ആള്. തമാശ പറച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. നമ്മള് അത് തന്നെ ഞാൻ ചിലപ്പോ ആലോചിക്കാറുണ്ട്, നമ്മൾ കോമഡി ചെയ്യുന്നത് കാണുമ്പോഴേ രാജുവേട്ടൻ തന്നെ ആണോ സാധനം. പുള്ളി വരുമ്പോ ഒരു രാജകീയ കലയാണല്ലോ. 6 അടി പൊക്കും നല്ല വെളുപ്പും വരുമ്പോഴേ ഒരു ശ്രദ്ധിക്കും ആൾക്കാര്. അതത് പുള്ളിയുടെ ഒരു ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളുണ്ടല്ലോ. പിന്നെ സുരാജേട്ടൻ രാജുവേട്ടനെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി സ്ക്രിപ്റ്റ്. അത് കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഞാൻ ആ വാഴക്കുടി എടുക്കണ സീനില്ലേ, അത് കുറച്ച് ഡയലോഗ് ഉണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു പുള്ളി ഇവിടെ വന്നിട്ടായിരിക്കും നോക്കണം, തിരക്കുള്ള മനുഷ്യനല്ലേ. ഞാൻ പോയി പുള്ളി മൊത്തം കാണാൻ അറിയാം. ഞാൻ പിന്നെ ഇത് ഒരാഴ്ച തൊട്ട് പഠിച്ചു വെച്ചിട്ടിരിക്കില്ലേ, കാരണം വേറെ ജോലിയില്ലല്ലോ. കാരണം ഈ സാധനം എന്നാണ് എടുക്കണം എന്നുള്ളതാണ് ടെൻഷൻ. അപ്പം പുള്ളി അത് കറക്റ്റ് കൂളായിട്ട് മൊത്തം ഒറ്റ ടേക്കിലൊക്കെ പറഞ്ഞു പോയി. മാസം എടുത്തപ്പോൾ മൊത്തം പറഞ്ഞു പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിക്ക് തെറ്റാണെങ്കിൽ അതിന്റെ ബാക്കി പിടിച്ചു പോകാന്ന് പറഞ്ഞിരിക്കുന്നത്. എവിടെ പുള്ളി കറക്റ്റ് ആയിട്ടാ സ്കാനിങ് ആണെന്ന് തോന്നുന്നു. ഫോട്ടോഗ്രാഫിക് അതെ അതെ അതെ, ഭയങ്കര മെമ്മറിയാ. അത് കറക്റ്റ്. ഞാൻ ഒരു 3 പേരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. രാജുവേട്ടനായിട്ട് ടെലിവിഷനിൽ ഇന്ദ്രേട്ടനും ഒട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. മലയാളം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരില് 3 കോമൺ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്താ? കോമൺ ആയിട്ട് തോന്നുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇവര് 3 പേരും നമ്മൾ കാണുന്ന പോലെയല്ല. കാരണം ഇവർ നമ്മൾ ആദ്യം കാണുമ്പോൾ ഇവർക്ക് വേറൊരു ഇമേജ് അല്ലേ നമുക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ നേരിട്ട് പരിചയപ്പെടുമ്പോൾ 3 പേരും കൂളാണ് കേട്ടോ. അലിയാമ്മ അതിനെക്കാട്ടി കൂളാ. ഏറ്റവും കൂടുതൽ അലിയാമ്മയാണ്. എല്ലാ പരിപാടിയും കാണുമല്ലോ ഇരുന്ന്, എല്ലാ പ്രോഗ്രാമും കാണും. നമ്മളെ കാണുമ്പോഴേ അറിയാം. ഇങ്ങോട്ട് പറയുന്നു ആ സ്കിറ്റ് മറ്റേ കോമഡി കൊണ്ട് തിരിച്ചെന്നൊക്കെ പറഞ്ഞോട്ട് പറയും. ഇപ്പം നിഖിലേന്റെ കൂടെ എനിക്ക് ഗുരുവായൂർ അമ്പലം. അപ്പം ഒരു ബോണ്ട് സെറ്റ് ആയോ നിങ്ങൾ തമ്മിൽ? നിഖില ബേസിക്കലി പാവമാണ്. നിഖില ഭയങ്കര ഓപ്പൺ ആണ്, എന്തുണ്ടെങ്കിലും തുറന്ന് ചോദിക്കും. ഇപ്പൊ ഇടയ്ക്കൊരു ഷോയിൽ പോയി ഇരുന്നിട്ടേ സ്കിറ്റ് കളിച്ചോണ്ടിരുന്ന സ്കിറ്റ് കാണാൻ വേണ്ടി പ്രൊമോഷന് വേണ്ടി പോയിരുന്നപ്പോഴത്തേക്ക് നിഖില ചോദിക്കുകയാണ് എൻ്റെ അടുത്ത്, ചേട്ടാ നിങ്ങൾ ഈ സ്കിറ്റ് ചെയ്യുമ്പോൾ ഇത് ആൾക്കാർ ചിരിക്കുമെന്ന് നിങ്ങൾ എങ്ങനെ അറിയൂ? ഞാൻ പറഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞത് സ്വയം നമ്മൾ മനസ്സിൽ ആദ്യം വിചാരിക്കും ഇതൊരു കോമഡി ആണല്ലോ, അത് കോമഡിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഞാൻ പറഞ്ഞപ്പോ ഈ സിനിമയിൽ ഇത് കോമഡിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യണത്. സിനിമ നമുക്ക് അറിയാമല്ലോ എന്തായാലും കോമഡി ആക്കിയാലും ആവൂലല്ലോ. അങ്ങനെ ഒരു സംശയങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. നിഖില നമുക്ക് ഇന്റർവ്യൂ നമ്മുടെ ആങ്കേഴ്സിനൊക്കെ ഒരു പേടി സ്വപ്നമാണ് നിഖില ഓപ്പോസിറ്റ് വന്നിരുന്നു കഴിഞ്ഞു. അത് കുറെ പേര് എയറിലല്ല, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തിരിച്ച് 2-3 ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മളെ ലേഡി പൃഥ്വിരാജ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇപ്പൊ നമ്മളിപ്പോ ഈ പ്രൊമോഷൻ അങ്ങനെ അത്രയും വലിയതൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് മറ്റേ ഇത് ഒന്ന് കുറച്ചതായിരിക്കും. അല്ല നിഖില അങ്ങനെ മോശമായിട്ട് പറയുന്നല്ല. ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ നിഖിലയുടെ മറുപടി എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി കിട്ടൂല. ഇല്ല അങ്ങനെ പറ. നിങ്ങൾക്ക് ഒരാളെ നശിപ്പിക്കാനും മറ്റേ ഇത് പറയൂലേ, നിങ്ങൾ ആപത്തിലേക്കാണ് പോകുന്നത്. അതിനൊക്കെ നിങ്ങൾക്ക് ഒരാളെ രക്ഷപ്പെടുത്താനും പറ്റും, നശിപ്പിക്കാനും പറ്റും. അതായത് ആള് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ്, പക്ഷെ ഭയങ്കര പാവമാണ്.
പിന്നെന്തറിയാം ഇതിന്റെ ഈ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകത അറിയാമോ? നമ്മളൊരു വരുമ്പം വിചാരിക്കും ഒന്നും പറയാതെ മര്യാദയ്ക്ക് പറഞ്ഞിട്ടൊക്കെ പോകാം. പക്ഷെ ഇതിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോണ്ടല്ലോ നമ്മൾ വാതോരാതിരുന്ന് പറയുകയും ചെയ്യും, ഇതിന്റെ ബാക്കി മൊത്തം കയറി അനുഭവിക്കുകയും ചെയ്യും. അതാണ് ഇതിന്റെ വേറൊരു പരിപാടി അല്ലേ? പിന്നെ ഈ ഏറി കയറൽ പരിപാടി എത്ര വട്ടം ഒരുപാട് തവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? ഞാൻ അങ്ങനെ വലുതായിട്ട് ഏറി കയറി, എന്നെ അങ്ങനെ വലുതായിട്ട് ആരും എറിഞ്ഞിട്ടില്ല. എന്നിട്ട് അവര് നോക്കിയിരിക്കും എടുത്ത് എറിയാൻ വേണ്ടി. അതെനിക്ക് വലിയ അങ്ങനെ ശല്യമില്ല. എന്നെ എനിക്ക് ഒന്ന് ചെവിക്ക് കിഴിക്ക് നിർത്തിയേക്കണേ ഉള്ളൂ. എല്ലാം എനിക്ക് തോന്നുന്നത് വലുതായിട്ട് എന്നെ അങ്ങനെ ഒന്നും ഇതുവരെ ഞാൻ അങ്ങനെ ഏറി കയറിയ ഒരു പരിപാടിയൊന്നും എനിക്കില്ല. കുറെ പരിപാടികൾ നമ്മൾ വൈറലായ ആൾക്കാർ ഷെയർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞ കോട്ടുകളായാലും സ്കിറ്റിന്റെ കൗണ്ടറുകളായാലും ചെയ്ത റീലിന്റെ കട്ട് വീഡിയോകളായാലും ഒക്കെ കുറെ വന്നിട്ടുണ്ട്. ഇപ്പൊ ചേട്ടൻ ഇപ്പം നെഗറ്റീവ് കമന്റ്സോ അല്ലെങ്കിൽ ക്രിറ്റിസിസംസ് വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ നേരിടും? ഞാൻ അങ്ങനെ ഇത് കമന്റ് വലുതായിട്ട് വായിച്ചു നോക്കാറില്ല. ഞാൻ നോക്കിയില്ല, പിന്നെ ശല്യമില്ലല്ലോ. ഞാൻ ഇപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ ലിങ്ക് അയച്ചു തരൂലേ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കും, വ്യൂസ് ഉണ്ടാകുന്ന നോക്കും, പിന്നെ അങ്ങ് നോക്കും, ഒന്ന് രണ്ടെണ്ണം നോക്കും. അപ്പോഴത്തേക്ക് എണീച്ച് പോടാ, ഓക്കെ. നമുക്ക് അത്രയൊക്കെ ഉള്ളു. അപ്പൊ അതിൽ തന്നെ പിന്നെ നമ്മൾ നോക്കൂല. നോക്കിയിട്ട് എന്താണ് പ്രയോജനം? ഒരു കാര്യമില്ലല്ലോ. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോ അതൊന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ നമ്മൾ വിളിച്ച ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അത് പോട്ടെ, അത്രേ ഉള്ളൂ. നമ്മൾ പറയാനുള്ളത്, നമ്മളിപ്പോ പറയുന്നത് എന്താണ്, നമുക്കറിയാവുന്ന, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല നമ്മൾ പറയണത്. അല്ല നമ്മളിപ്പം ISRO ഞാൻ പോയിരുന്ന കിടിലായിട്ട് റോക്കറ്റ് ഇടുമെന്നല്ലല്ലോ പറഞ്ഞത്. അതാണ് എന്റെ ഒരു പരിപാടി. എങ്കിൽ ഓക്കെ, ഞാൻ പറഞ്ഞ അതാണ് നമ്മളിവിടെ പറ്റാത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ അല്ലേ. ചേട്ടനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളെന്ന് പറയുന്നത് നടന്മാരിലാണ് ചോദിക്കണം. നടന്മാർ എനിക്ക് ലാലേട്ടനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് മോഹൻലാൽ ഫാനാണ് ഞാൻ പണ്ട് തൊട്ട്, കറക്റ്റ ഫാനാണ്. അപ്പം അതുമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഫിഗർ ചെയ്തത് ലാലേട്ടൻ്റെയാണ്. ഇപ്പോഴും സ്റ്റേജ് ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും സ്റ്റേജ് ഷോയിൽ എന്താണ് നമ്മൾ വിളിക്കുന്ന പരിപാടിക്കും പറയും ചേട്ടാ മോഹൻലാലിൻ്റെ പരിപാടി ചെയ്യണേ എന്ന് പറയും. അതുകൊണ്ട് മാത്രമല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ലാലേട്ടനെയാണ്. അത് പിന്നെ പുള്ളി കളയൊന്നുമില്ലല്ലോ. അതെ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ മമ്മൂക്ക അതേപോലെ ഇഷ്ടമാണ്. നമുക്ക് ഇപ്പൊ ഇറങ്ങിയ റീസെന്റ് ഭ്രമയുഗ ആയാലും പുള്ളി ചെയ്തു വയ്ക്കുന്ന പരിപാടികൾ ഉണ്ടായിരുന്നല്ലോ, അതും അതാണ്. പിന്നെ നമ്മുടെ നടന്മാരിൽ ആരെയാണ് എല്ലാരും ഒരുവിധം, കാരണം എന്താ പറയുന്നത്, ഇങ്ങനെ നിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായി. സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇത്രയും നാള് നിക്കാന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോ തന്നെ 2 സ്കിറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ടീമിനാരും മൈൻഡ് ചെയ്യാറില്ല. അപ്പോഴാണ് ഇത്രയും സിനിമ ചെയ്ത് കയറി വരിക എന്ന് പറയുന്നത്. എന്താണ് ചേട്ടന്റെ ഇനി അങ്ങോട്ടുള്ള ഒരു അങ്ങോട്ടുള്ള പരിപാടി? അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ സൈഡ് വാരം ഒരു സൈഡ് വാരം ഇതേപോലെ പടമൊക്കെ കിട്ടി, പടം ചെയ്ത് സ്റ്റേജ് ഷോ ഒക്കെ ചെയ്ത് ടിവിയിൽ കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് 10 ആശംസ വീഡിയോ ഒക്കെ കൊടുത്ത് ഇതേപോലെ അതൊക്കെ പോണേന്നുള്ള പ്രാർത്ഥനയുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ചേട്ടാ, നമ്മള് കൊറേ വർത്താനൊക്കെ പറഞ്ഞ് ചേട്ടന്റെ കുറെ സ്ട്രഗിൾസ് ഒക്കെ പറഞ്ഞു. ഇപ്പോഴാണ് കേൾക്കണല്ലേ, ഞാൻ വലുതായിട്ട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ചോദ്യം വന്നപ്പോ പിന്നെ പറഞ്ഞു പോയതാ. ഞാൻ അധികം കേട്ടിട്ടേ ഇല്ല. നമ്മളെ സുഹൃത്തുക്കൾക്ക് അറിയാം, നമ്മളെ കൂടെ ഉള്ള കൂട്ടുകാർക്കൊക്കെ അറിയാം. കുറെ കഥകളുണ്ട്. ഇതിന്റെ ഗൾഫ് കഥകൾ തന്നെയായിരുന്നു. പിന്നെ അത് നമ്മൾ സ്മൂത്തായിട്ട് നമ്മളങ്ങ് പോയി. അപ്പൊ എന്തായാലും ചേട്ടാ, വന്നതിനും ഇത്രയും സംസാരിച്ചതിനും ഒക്കെ സന്തോഷം. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ കൂടാം. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു.